കൊണ്ട് സാധിക്കാത്ത കാര്യം പഞ്ചായത്തിനെ പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കാത്ത കാര്യം ചോദ്യം അത് തന്നെയാണ്. 44 മൈലിലാണ് ആ നിലയിൽ മാർച്ച് പഞ്ചായത്തിന് തല വെക്കരുത്. ചോദ്യം എന്നോടല്ലേ? അല്ലല്ല, തെറ്റായ മറുപടി പറയുമ്പോൾ പറയും. തെറ്റായ മറുപടി പറയുമ്പോൾ കൃത്യമായി മറുപടി പറയും. എന്നെ പൂർണ്ണമാക്കാൻ സമ്മതിച്ചില്ല. പറയട്ടെ സാറേ, പറയട്ടെ. ഇനിയുണ്ട് 2 കാര്യം കൂടെ പറയാണ്ട്. 2 കാര്യം കൂടി പറയാണ്ട്. അല്ല, ഇനി ഒരു കാര്യം കൊട്ടിയൂർ അടുത്ത ഇവിടുത്തെ അതെ 2 കാര്യം യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും പ്രതിനിധികളോട് ചോദിക്കാലോ. ഇത് ശരിയല്ല പറയാനുള്ള കാര്യം ഇവിടെ അല്ല, പറയട്ടെ. അല്ല, ഇത് റീലൊക്കേഷൻ അല്ലാണ്ട് 2 കാര്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആര് ജയിക്കും ആര് ഭരിക്കും എന്ന പരിപാടി ഉള്ളത് കൊട്ടിയൂർ പഞ്ചായത്തിലാണ്. കൊട്ടിയൂർ പഞ്ചായത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ LDFിൻ്റെയും UDFിൻ്റെയും NDAയും പ്രതിനിധികൾ ഞങ്ങളോടൊപ്പം അതിഥികളായി എത്തിയിട്ടുണ്ട്. LDFിനെ പ്രതിനിധീകരിച്ച് KJ ജോസഫാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. UDFിനെ പ്രതിനിധീകരിച്ച് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ റോയ് നമ്പുടാകമാണ്. NDA പ്രതിനിധീകരിച്ച് കൊട്ടിയൂർ ശശിയുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 3 അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെയുള്ള വോട്ടർമാരും എത്തിയിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൊട്ടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദീർഘകാലം UDFിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. അതായത് വലതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു. പക്ഷേ 2 തവണ LDF ഇവിടെ ഭരിച്ചിട്ടുമുണ്ട്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിലും ഇടയിലാണ് UDFിന് ഭരണം. അത് UDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നത്. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് LDFിൻ്റെ പ്രതിനിധിയായി എത്തിയ ശ്രീ KJ ജോസഫ്? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ പേരാവൂർ വികസന ബ്ലോക്കിൽ LDFിന് നഷ്ടപ്പെട്ട ഏക പഞ്ചായത്ത്, നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ഏക പഞ്ചായത്ത് കൊട്ടിയൂരാണ്. അത് കൊട്ടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഉണ്ടായത്. വികസന രംഗത്ത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരമേറ്റ ഈ വികസന ബ്ലോക്കിലെ മറ്റു പഞ്ചായത്തുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് കേളകമായാലും അത് കണിച്ചാറായാലും പുതുതായിട്ട് ആദ്യമായി അധികാരത്തിൽ വന്ന കണിച്ചാറായാലും അവിടെയെല്ലാം ജനങ്ങൾ അവിടെ ഉണ്ടായ വികസന മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ കൊട്ടിയൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായി, അല്ലെങ്കിൽ ഇവിടെ UDF അവകാശപ്പെടുന്ന പോലെ കഴിഞ്ഞ 15 വർഷമായി ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ അവകാശപ്പെടുന്നത് കണ്ടു. ആ അവകാശം അംഗീകരിച്ചാൽ തന്നെ കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ വികസന രംഗത്ത് എടുത്തു കാണിക്കാൻ പറ്റുന്ന മുഖമുദ്രയുള്ള പഞ്ചായത്തിൻ്റെ തനിമയുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആകെ നടന്ന പ്രവർത്തനം ഈ വികസന ബ്ലോക്കിൽ നിന്ന് മാത്രമല്ല, പേരാവൂർ നിയോജകമണ്ഡലത്തിലാകെ ഏറ്റവും പദ്ധതി വിഹിതം ലഭിക്കുന്ന ഒരു പഞ്ചായത്താണ് കൊട്ടിയൂർ. എന്നാൽ അത് വീതിച്ചെടുക്കുക, മെമ്പർമാർ വാശിയോടെ വീതിച്ചെടുത്ത് കൊണ്ടുപോവുക എന്നതിലപ്പുറം പഞ്ചായത്തിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് വരാം. ശ്രീ റോയ് നമ്പുടാകം, ഇപ്പോൾ കൊട്ടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ UDFിൻ്റെ ഒരു ഭരണമാണ്. പക്ഷേ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് UDF ഇത്തവണ ഭരിച്ചത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും ജനങ്ങൾ ആർക്ക് വേണ്ടിയായിരിക്കും വോട്ട് ചെയ്യുക? തീർച്ചയായിട്ടും ഭാഗ്യം കൊണ്ടല്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 2-3 സീറ്റുകൾ നഷ്ടപ്പെട്ടത് 3 വോട്ടിനൊക്കെ നഷ്ടപ്പെട്ട സീറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്, 3 വോട്ടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യം ഞങ്ങളുടെ കൂടുതൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 സീറ്റോളം ലഭിച്ചുകൊണ്ട് ഞങ്ങൾ കൊട്ടിയൂർ പഞ്ചായത്തിൽ അധികാരത്തിലിരുന്നേനെ. വികസന നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ LDFിൻ്റെ അംഗം ഇവിടെ പറഞ്ഞു. എനിക്കെതിരെ ശക്തമായ വിയോജിപ്പാണുള്ളത്. തീർച്ചയായിട്ടും കൊട്ടിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലം നമ്മൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൽ നമുക്ക് എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങൾ തന്നെയുണ്ട്. ഏറ്റവും ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് നമ്മൾ തുടക്കം കുറിച്ചതെങ്കിലും കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് തന്നെ ആദ്യം നോക്കുക. നിങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്ന ബിൽഡിംഗ് ആണോ ഇന്നുള്ള? എത്ര മനോഹരമായിട്ടുള്ള, എത്ര നന്നായിട്ടുള്ള ഒരു ബിൽഡിംഗ് നമ്മൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് തന്നിരിക്കുന്നത് MLAയുടെ 90 ലക്ഷം രൂപ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് ആ ബിൽഡിംഗ് അവിടെ പണി തീർത്തത്. പഞ്ചായത്തിൻ്റെ 60 ലക്ഷം രൂപ, 1.5 കോടിയോളം രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അതുപോലെ വികസനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സമാന്തര റോഡ് പോലുള്ള PMGSYയിൽ ആ റോഡ് കൊണ്ടുവന്നത് നമ്മൾ തന്നെയാണ്. MPയുടെ നേതൃത്വത്തിലാണ് ആ റോഡ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 10 കോടിയോളം രൂപ
ചിലവഴിച്ചുകൊണ്ടാണ് ആ റോഡ് പണി ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെയാണെങ്കിലും 3.75 വീതി ഉണ്ടായിരുന്ന റോഡ് അതിനെ 5.15 മാറ്റിക്കൊണ്ട് 1.40 സൈഡ് കോൺക്രീറ്റോടും കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഉത്സവം നടക്കുന്ന ഈ പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം റോഡിന് വീതികൾ കൂട്ടി അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞാനിവിടെ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തെ കൂടി പറയാം. ഈ പേരാവൂർ ബ്ലോക്കിൽ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് ശുചിത്വ മേഖലയിലും അടക്കമുള്ള മേഖലയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പേര് കേട്ട ഒരു പഞ്ചായത്താണ് കൊട്ടിയൂർ പഞ്ചായത്ത്. അതുകൊണ്ട് തീർത്തും തെറ്റായ ഒരു വിവരണമാണ്. നമുക്ക് വരാം അതിലേക്ക്. അതായത് NDA ഈ കൊട്ടിയൂർ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുമോ? തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം NDAയും ഈ പ്രദേശത്ത് ഭരണത്തിലേറേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ അത്യന്താപേക്ഷിതമായ ആഗ്രഹമാണ്. അതാണ് ഞങ്ങൾ ഓരോ വീടുകളിലും പോകുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവം. അവിടുത്തെ ഓരോ ആൾക്കാരും പറയുന്നത് കൊട്ടിയൂരിൽ വികസന മുരടിപ്പാണ്. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും കൊട്ടിയൂരിനെ പോലെയുള്ള ഐതിഹാസികമായ ഭൂമി, പ്രശസ്തമായ ക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമിയായിട്ട് പോലും ഇവിടെ വികസിക്കേണ്ട ഒരു കാര്യവും നടന്നില്ല. ഇവർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിന് കിട്ടണം. അത് ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം അതല്ല ഇവിടുത്തെ വികസനം. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം നടത്താൻ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്തിനേറെ പറയുന്ന ഇവിടുത്തെ ആശുപത്രി കിടത്തി ചികിത്സിക്കാൻ പോലും ഒരു സൗകര്യമില്ല. ഇടതും വലുതും മാറി മാറി ഭരിച്ചിട്ടും ഈ നാടിന് വേണ്ടി ഒരു പുരോഗമനം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ ഈ നാട്ടിലെ കൊട്ടിയൂർ ജനതയുടെ അഭിലാഷങ്ങൾ തികച്ചും യാഥാസ്ഥികമായി അവർക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന പരിപാടികൾ, നടക്കുന്ന പദ്ധതികൾ, ജൻധൻ യോജനയായാലും ശരി, മുദ്ര പദ്ധതിയായാലും ശരി, ഓരോ പരിപാടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓരോ വീടുകളിലും ജലം എത്തിക്കുന്നതിനുള്ള പദ്ധതി ആയാലും ശരി, നമുക്ക് വരാം. എല്ലാ പദ്ധതികളും ഇന്ന് സാധാരണക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് BJPയുടെ പ്രതിനിധിയിൽ പഞ്ചായത്തിൽ എത്തേണ്ടത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. നമുക്കിപ്പോൾ കൊട്ടിയൂരിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാന വിഷയം എന്ന് പറയുന്നത് തന്നെ കൊട്ടിയൂരെ തീർത്ഥാടന കാലമാണ്. തീർത്ഥാടന കാലത്ത് 28 ദിവസം ഇവിടെ വരുന്ന ജനങ്ങൾ, അതിൽ കൊട്ടിയൂർ പഞ്ചായത്തിന് കാര്യമായൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ തവണ നമുക്ക് കണ്ടതാണ്. കർണാടകയിൽ നിന്നുൾപ്പെടെ ആളുകൾ വന്ന് വളരെയേറെ കൊട്ടിയൂർ ജനത തന്നെ ബുദ്ധിമുട്ടിയതാണ്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്രീ കെ ജയദാസ്? ഞാൻ അതിലേക്ക് പറഞ്ഞു വരുമ്പോഴാണ് നിങ്ങൾ എൻ്റെ സമയം കട്ട് ചെയ്തത്. കൊട്ടിയൂരിനെ സംബന്ധിച്ച് ഒരു കാലത്ത് കൊട്ടിയൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കിഴക്കേ അറ്റത്ത് 3 സൈഡാലും ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട പഞ്ചായത്ത് എന്നുള്ള നിലയിലാണ്. സ്വാഭാവികമായും ജനങ്ങളെല്ലാം കുടിയൊഴിഞ്ഞു പോകുന്ന നിലയാണുള്ളത്. കാരണം ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അങ്ങനെ ഉണ്ടായ ഘട്ടത്തിലാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ആളുകളുടെ വരവ് കൂടിക്കൂടി വരികയും ഈ പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അതിന് ഒരു കുറുക്കുവഴിയുമില്ല. ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വികസനത്തിൻ്റെ ഭാഗമായി മാത്രമേ കൊട്ടിയൂർ വികസനം ഉണ്ടാകാൻ സാധിക്കൂ എന്നുള്ളത് പൊതുവേ ഈ കൊട്ടിയൂർ പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ കാര്യമായി ചെയ്യേണ്ടത് എന്തായിരുന്നു? ബോയ്സ് ടൗൺ. സ്വാഭാവികമായും ബോയ്സ് ടൗൺ റോഡ് തുറന്നതാണ് ഈ രംഗത്ത് അടിസ്ഥാന സൗകര്യത്തിലെ ഒന്നാമത്തെ നേട്ടമായി വന്നത്. ആ ബോയ്സ് ടൗൺ റോഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുന്നുണ്ടാവും UDF ഗവൺമെൻറ് ഉള്ള കാലത്ത് അന്ന് ഈ റോഡിനെ സംബന്ധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി 1 രൂപ ബഡ്ജറ്റിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ കരുണാകരനും അതുപോലെ ധനകാര്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ ഉമ്മൻചാണ്ടിയെയും ഞങ്ങളെല്ലാം പോയി കാണുകയും പദ്ധതി ഏറ്റെടുക്കാമെന്ന് പറയുകയും ചെയ്തു. അത് സംബന്ധിച്ചുള്ള ഒരു കാര്യം തീരുമാനിച്ച് അതിൻ്റെ ഒരു പ്രഖ്യാപനം കൊട്ടിയൂർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മൻചാണ്ടി അന്ന് കൊട്ടിയൂരിൽ വന്ന് ബോയ്സ് ടൗൺ റോഡ് കിലോമീറ്ററിന് 6 കോടി വെച്ചുള്ള എസ്റ്റിമേറ്റ് നടപ്പിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് എന്ന് കൊട്ടിയൂരിൽ പ്രസംഗിച്ചിട്ട് പോയത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. തുടർന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന സഖാവ് നായനാറുടെ ഗവൺമെൻറ്, അന്നത്തെ ഗവൺമെൻറ്റിൽ PWD മന്ത്രിയായിരുന്ന ശ്രീ PJ ജോസഫ് തന്നെയാണ് കൊട്ടിയൂരിൽ വന്ന് ഞങ്ങൾ ഈ പദ്ധതി ചലഞ്ചോടുകൂടി ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഡർ വെച്ച് ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയായിട്ടാണ് ഇവിടെ ബോയ്സ് ടൗൺ റോഡ് വന്നത്. ഞാൻ ഓർക്കുന്നു. തുടർന്ന് ഞാൻ പഞ്ചായത്ത് അത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി ഞാൻ വന്നപ്പോൾ ആ റോഡ് ഉദ്ഘാടനം ചെയ്യണമെന്ന് UDFൻ്റെ MK മുനീർ അതിങ്ങനെ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും അത് ഇടതുപക്ഷത്തിൻ്റെ റോഡാണ്, അത് നിങ്ങളങ്ങ് തുറന്നാൽ മതി എന്ന് പറഞ്ഞു മുനീർ ഒഴിവായി പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ തുടക്കം ഇവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് തുടക്കം കുറിച്ചത് LDF ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജനങ്ങളെ പാരലൽ റോഡിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി
വ്യത്യസ്തങ്ങളായ പാലങ്ങൾ വേണം എന്ന് ഞങ്ങൾ UDFൻ്റെ കാലത്ത് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പാലങ്ങൾ മൂന്നും ഇപ്പോൾ ചുങ്കക്കുന്നിലെ പാലത്തെ കാര്യത്തിൽ ചിലപ്പോൾ തർക്കം പറയുമായിരിക്കും. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പഞ്ചായത്ത് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായി എന്നതൊഴിച്ചാൽ അതിന് ഫണ്ട് അനുവദിച്ചതും അതിനുശേഷം വന്ന 2 മന്നഞ്ചേരി പാലായാലും അതിന് കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നേരിട്ട് അതിന് ഫണ്ട് അനുവദിച്ച് ടെൻഡർ ചെയ്ത് നടത്തിയതും നീണ്ടു നോക്കിയിലെ പാലം ടെൻഡർ ചെയ്തൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ചെയ്യാവുന്ന തുടക്കങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ മുമ്പും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. എന്നാൽ എടുത്തു പറയത്തക്ക ഒരു പദ്ധതി, ഏതോ ഒരു റോഡിന് വീതി കൂട്ടി അതിൻ്റെ സൈഡിൽ എന്തോ കോൺക്രീറ്റ് ഇട്ടു എന്നുള്ള വലിയ കാര്യമായി പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 15 വർഷം ഭരിച്ചു എന്ന് പറയുന്നവർ ഈ വിഷയം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. കഴിഞ്ഞ 15 വർഷമായി ഈ കാലത്ത് പറയുന്നത് 15 വർഷമായി ഇവിടെ ബന്ദികളാക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് കൊണ്ടുപോകാൻ സമഗ്രമായ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ പഞ്ചായത്തുകാർക്ക് ഗവൺമെൻറ്റിന് മുന്നിൽ, സംസ്ഥാന ഗവൺമെൻറ്റിന് മുന്നിലായാലും കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിലായാലും. കാരണം ഞാൻ പണ്ട് ഓർക്കുകയാണ്, പണ്ട് വാജ്പേയി ഉണ്ടായിരുന്ന കാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിന് നിങ്ങൾക്ക് പദ്ധതിയുണ്ടോ എന്ന് ചോദിച്ച കാലമുണ്ട്. കാരണം അവർക്ക് അതിനകത്തൊരു താല്പര്യമുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റ് കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇവിടെ ജനങ്ങൾ ബന്ധിയാക്കപ്പെടുകയാണ്. എന്നിട്ട് റോഡിന് വീതി കൂട്ടി പഞ്ചായത്ത് കെട്ടിടം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. കുറെ ബുദ്ധിമുട്ടിയതാണ് ജനങ്ങൾ. എന്താണ് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ പറയാനുള്ളത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇവിടെ ഒരു റോഡ് വീതി കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞത് വീതി കൂട്ടിയതല്ല. ഒരു പുതിയ സമാന്തര റോഡ് വന്നപ്പോൾ ആ റോഡിന് ആവശ്യമായ വീതി ഈ കൊട്ടിയൂർ ഉത്സവമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പിന്നാലെ നടന്ന കാര്യം പറഞ്ഞത്, ആ റോഡ് വന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് വെറും 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ സമയം കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഇവിടെ LDFൻ്റെ ആൾ പറഞ്ഞത് അദ്ദേഹം ഈ നാട്ടിൽ സംസ്ഥാനവും അതുപോലെ തന്നെ ജില്ലയും പഞ്ചായത്തും ഒക്കെ ഭരിച്ചിരുന്ന കുറേ കാലങ്ങളുണ്ട്. 2 ടീം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ 2 ടീമിൽ എന്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഇവർ ആലോചിക്കണ്ടേ? എനിക്ക് പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന LDFൻ്റെ അംഗങ്ങളായി പഞ്ചായത്ത് മെമ്പറായിരുന്ന 50 വർഷക്കാലം പഴക്കമുള്ള റോഡും തോടിനും കലുകുകൾ കൊണ്ടുവന്നത് അടക്കം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടും ഓരത്തേത്തോട് ഇവിടെ ഇരിക്കുന്ന ഒരു മെമ്പറുടെ കാലത്ത് സംസ്ഥാന ഭരണവും ജില്ലാ ഭരണവും എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് ആ തോടിന് കലുക് കൊണ്ടുവരായിരുന്നല്ലോ. എത്ര പദ്ധതികൾ കൊണ്ടുവരായിരുന്നു. ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു സർക്കാരിൻ്റെ അതിൻ്റെ കീഴിലുള്ള ആ കാലഘട്ടങ്ങളിൽ പഞ്ചായത്ത് ഭരിച്ചാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് വികസനം കൊണ്ടുവരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ആളുകൾ ഈ നാട്ടിലുണ്ടായിട്ട് എത്ര വികസനങ്ങൾ, എത്ര റോഡുകൾ, എത്ര പാലങ്ങൾ, എന്തെല്ലാം കൊണ്ടുവന്നു നമ്മൾ ആലോചിക്കണ്ടേ? ഇവിടെ കൊട്ടിയൂർ പാലം കൊണ്ടുവന്നു ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ചുങ്കക്കുന്ന് പാലം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പാലമാണ്. ആ പാലം നടപ്പിലാക്കിയത് LDFൻ്റെ കാലത്താണെങ്കിലും കൊണ്ടുവന്നത് നമ്മളാണ്. അപ്പോൾ അങ്ങനെ ഓരോ പാലങ്ങളും കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവന്നില്ല എന്നോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നോ പറയുന്നത് തെറ്റായ പ്രചരണമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, നേരത്തെ വികസനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, റോഡുകളും തോടുകളും ഓരോ വർഷവും നമ്മൾ സാധാരണഗതിയിൽ MLA എത്ര ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്? ഒരു പഞ്ചായത്തിന് 50 ലക്ഷമാണ് കൊടുക്കുക സാധാരണഗതിയിൽ. ഇവിടെ 98 ലക്ഷം രൂപ വരെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓരോ വർഷവും. അങ്ങനെ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ MLA ഒന്നും കൊടുത്തിട്ടില്ലാണ് അവിടെ. ഞാൻ പറയാം, 50 ലക്ഷം രൂപയാണ് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത്, അതായത് എല്ലാ പഞ്ചായത്തുകൾക്കും MLA കൊടുക്കുന്നുണ്ട്. MLAയുടെ ഫണ്ടുകൾ വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. MLAയുടെ ഫണ്ടുകൾ നിങ്ങൾക്കറിയാം, പദ്ധതി വിഹിതത്തിൻ്റെ കാര്യത്തിലൊക്കെ അറിയാം എങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. 48 കോടി രൂപ ജില്ലാ പഞ്ചായത്തിന് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 6 കോടി രൂപയിലേക്ക് ചുരുക്കി. നമ്മുടെ ഗ്രാമീണ റോഡുകൾക്ക് 10-30 ലക്ഷം രൂപ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ രൂപ തരുന്നില്ല. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ പൈസകൾ പോലും വെട്ടിക്കുറച്ച് ആരാണ്? ഈ സംസ്ഥാന സർക്കാരാണ്. അത് നിങ്ങൾ അറിയണ്ടേ? അതുപോലെ അല്ലല്ല, എനിക്ക് പറയാനുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ MPയുടെ ഫണ്ടുകൾ നമ്മൾ എത്രയാണ്? 4 ഹൈമാക്സ് ലൈറ്റുകളും 3 മിനിമാക്സ് ലൈറ്റുകളും 10 ലക്ഷം രൂപ 6-ാം വാർഡിലുള്ള റോഡിനും വേണ്ടി കൊണ്ടുവന്നു. 325 സ്ട്രീറ്റ് ലൈറ്റുകൾ MLAയുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അടുത്ത അവസരം വരും പറയാം. ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ കാര്യമാണ് ഈ 2 പ്രതിനിധികളോടും ചോദിച്ചത്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ ശ്രീ കൊട്ടിയൂർ ശശി? ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒന്നും തന്നെ ഇല്ലയെന്ന് പറയാം. കാരണം അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശൗചാലയങ്ങളോ അവർക്ക് വിശ്രമിക്കാൻ വേണ്ട സൗകര്യങ്ങളോ അവർക്ക് കുളിച്ചൻ ഈറൻ മാറ്റുന്നതിന് വേണ്ട സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ വരുന്നു പോകുന്നു, ഞങ്ങൾക്കൊന്നും പറയില്ല. ഇവിടെ കിട്ടുന്ന പണം
വിനിയോഗിക്കാൻ മാത്രമേ ഇവർക്ക് ശ്രമിക്കുന്നുള്ളൂ. ഇവിടെ രണ്ട് മുന്നണികളും പരസ്പരം പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തുകയല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയുന്നില്ല. ഇവിടെ റോഡ് അത് സ്വാഭാവികമായി നമുക്കറിയാം, പാരൽ റോഡ് പ്രധാനമന്ത്രിയുടെ സ്കീമിൽപ്പെടുത്തിയിട്ടാണ്, ആ പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്, അതിൻ്റെ അവകാശങ്ങൾ ഏറ്റെടുക്കുന്നല്ലാതെ ഇവിടെ സ്വന്തമായിട്ട് ഇവർ ഒരു പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടില്ല. പാവപ്പെട്ട ഇവിടുത്തെ തീർത്ഥാടകർ വരുമ്പോൾ അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം വേണ്ടേ? അവർ എത്രയോ കഷ്ടപ്പെട്ട് വരുമ്പോൾ അവർക്കൊന്ന് കുളിച്ച് ഈറനണിഞ്ഞ് ക്ഷേത്രത്തിൽ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യം വേണ്ടേ? ഇതൊന്നുമില്ല. ഇതിനൊന്നും പഞ്ചായത്ത് ശ്രമിക്കുന്നില്ല. മാത്രമല്ല പഞ്ചായത്ത് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവരോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന ആ സമീപനമാണ് പഞ്ചായത്ത് ഇടതായാലും ശരി വലതായാലും ശരി നടത്തുന്നത്. ഇതിനെതിരെ മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നാടിനെ സ്നേഹിക്കുന്ന, തീർത്ഥാടകരെ സ്നേഹിക്കുന്ന, തീർത്ഥാടകരോട് ആഭിമുഖ്യമുള്ള ഒരു ഭരണസമിതി ഈ ഇവിടെ തീർത്ഥാടന കാലത്ത് കേരളത്തിനകത്തും പുറത്തും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും രാജ്യസഭാ എം പി ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും NDA ഒക്കെ ചെയ്യാൻ സാധിച്ചു? തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോൾ ശ്രീ സദാനന്ദ മാസ്റ്റർ MP ഏറ്റുന്നുണ്ട്. അദ്ദേഹത്തോടും അതോടൊപ്പം തന്നെ PT ഉഷ, ബഹുമാനപ്പെട്ട PT ഉഷ MP, അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ്, അതുപോലെ ജോർജ് കുര്യൻ സാർ, ഇത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂരിൻ്റെ വികസനത്തിന് വേണ്ടി സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തീർത്ഥാടന കാലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ താങ്കളൊക്കെ മറുപടി പറഞ്ഞാണ്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം, അതിലും വലിയൊരു പ്രശ്നമുണ്ട്. മനുഷ്യൻ വന്യജീവി സംഘർഷമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കടുവ, പുലിയൊക്കെ നമ്മുടെ ഈ മേഖലകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്രീ KJ ജോസഫ്? യഥാർത്ഥത്തിൽ ഈ വന്യമൃഗങ്ങൾ ഈ വനത്തിൽ വളരാനും ഇത്രയും ഇപ്പോൾ 5840 ആനകൾ കേരളത്തിലെ വനങ്ങളിലുണ്ട്. ഇതൊക്കെ ഉണ്ടാകാനുണ്ടായ സാഹചര്യം 1972 കേരള വന്യജീവി സംരക്ഷണ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. ആ ആക്ട് വന്നതിന് ശേഷമാണ് ഈ വന്യജീവികളെ സംരക്ഷിക്കപ്പെടുന്നത്. തുടർന്ന് 2002 വന്ന വാജ്പേയി ഗവൺമെൻറ് ആ നിയമം ഒന്നുകൂടെ കർശനമാക്കി. ഇപ്പോൾ 2024 നിലവിലുള്ള മോഡി ഗവൺമെൻറ് ആ നിയമത്തെ ഏറ്റവും കടുകട്ടിയായ നിയമം, നമ്മുടെ പറമ്പിൽ കയറുന്ന പാമ്പിനെയും പറമ്പിൽ കയറുന്ന കുരങ്ങിനെയും നമ്മളൊന്ന് അടിച്ചു പോയാൽ പോലും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര നിയമം അവിടെ നിൽക്കുകയാണ്. ആ നിയമത്തെ സംബന്ധിച്ച് മാറ്റം വരുത്തണമെന്ന് ശക്തമായ ആവശ്യം ഇന്ത്യയിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പന്നിയെ വെടിവെക്കുന്നതിനോട് ഉത്തരവിട്ടു. പക്ഷേ ആ ഉത്തരവ് വായിച്ച ഞങ്ങളൊക്കെ വക്കീലന്മാർ ഇരുന്ന് ചിരിക്കുകയാണ് ഉണ്ടായത്. കാരണം പന്നിയെ കണ്ടാൽ ഉടനെ വെറ്റിനറി സർജനെ വിളിച്ച് ഗർഭിണിയാണോ എന്ന് പരിശോധന നടത്തിയ ശേഷം ഗർഭിണിയല്ല എന്ന് തെളിഞ്ഞാൽ ഉടൻ തന്നെ ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വെടിവെക്കാൻ ഉത്തരവെഴുതി അതിനുശേഷം വെടിവെച്ച് അതിനുശേഷം ആ പന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണമെന്നാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങൾ ശക്തമായി പറഞ്ഞു ഈ നിയമം പറ്റില്ല. ഉടനെ നമുക്ക് ആ ഗവൺമെൻറ് ഒരു ഉത്തരവ് മാറ്റി. എന്താണ്? പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് ഓണറിയായി പ്രഖ്യാപിച്ചുകൊണ്ടുമാണ്. അങ്ങനെ വന്നപ്പോൾ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും ധൈര്യം കാണിച്ചില്ല. അപ്പോൾ രാഷ്ട്രീയമായി തന്നെ അത് വെടിവെക്കണം, ഇനി വെടിവെച്ച് കൊന്നാൽ പോലും 2 ദിവസം മുന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഈ വിഷയം അങ്ങനെ പരിഹരിച്ചു വരുന്ന ഘട്ടത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റായ നടപടിയെടുക്കുന്നു എന്ന് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ പാലക്കാട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചില അച്ഛന്മാർ ചോദിച്ചു, ഞങ്ങളുടെ എല്ലാം വീടുകളിൽ വന്ന് പന്നിയെ എങ്ങനെയാണ് മണ്ണെണ്ണ ഒഴിച്ചാണോ കത്തിച്ചത്, വെളിച്ചെണ്ണ കത്തിച്ചോ എന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി വൈൽഡ് ലൈഫ് കൺസർവേറ്ററുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് രൂക്ഷമായി പറഞ്ഞു, ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു വീടുകളിൽ പോയി പന്നിയെ ഇനി മണ്ണെണ്ണ ഒഴിച്ചാണോ വെളിച്ചെണ്ണ ഒഴിച്ചാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നടപടി നേരിടും എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. മുമ്പ് എന്താ പറഞ്ഞത്? ഗർഭിണിയാണോ നോക്കണം. ഒരു പന്നിയെ വെടിവെച്ചോ? ഇല്ല. എന്നിട്ട് ഇവിടെ ഈ നിലയിൽ നിലപടിയെടുത്ത് ഗവൺമെൻറ്റാണ് എന്ന് മാത്രമല്ല ഈ ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം ചേർന്ന് ഐക്യകണ്ഠ്യേന തീരുമാനമെടുത്ത് ഇന്ത്യയിൽ നായാട്ട് അനുവദിക്കണം. കാരണം 1970കളിൽ എല്ലാ രാജ്യങ്ങളും ഇതുപോലെ നിയമം വന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളെല്ലാം ഇപ്പം അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെ രാജ്യങ്ങളിൽ ഇപ്പം നായാട്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ നിയമം വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. ആ നിയമം ഇത് കൺകറൻറ്റ് ലിസ്റ്റിലായതുകൊണ്ട് കേന്ദ്ര ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ കേന്ദ്ര ഗവൺമെൻറ് പെടുത്തിയാൽ മാത്രമേ ആ നിയമം പ്രാബല്യമെത്തൂ. എന്താ നിയമം? ബന്ധപ്പെട്ട ഒരു റേഞ്ചർ മുതൽ മേലോട്ടൊരു ഉദ്യോഗസ്ഥന് ഏതെങ്കിലും അപകടകരമായ ഒരു ആനിമൽ ഉണ്ട് എന്ന് വിവരം കിട്ടിയാൽ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കുന്ന നിയമം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കേന്ദ്രത്തിൻ്റെ അപ്രൂവൽ കിട്ടണം. ആ അപ്രൂവൽ കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല. മറിച്ച് കേന്ദ്രം ഈ നിയമം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് വന്നപ്പോഴും ശക്തിയാണ്. എന്നിട്ട് എന്താ പരിപാടി? എവിടെയെങ്കിലും ഒരാൾ മരിക്കുകയോ ഒരു അക്രമം ഉണ്ടാകുകയും ചെയ്താൽ അവിടെ ആ ശവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിണറായി രാജിവെക്കണം എന്ന് പറയുന്നതിന് രാഷ്ട്രീയം ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടിയെടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ 9 വർഷം കാണുമെന്ന് നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ച ഒരു കാര്യമാണ്. കാരണം വാൽപ്പാറയിൽ വെച്ചൊരു 4.5 വയസ്സുകാരനെ പുലി പിടിച്ചുകൊണ്ടുപോയി കൊന്നു. അതേപോലെ ആ മേഖലയിൽ 3 പേരെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്.
തീർച്ചയായും നമുക്ക് അറിയാം, ആ ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മൾ കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേടിക്കണം. അതുമാത്രമല്ല, മറ്റ് പഞ്ചായത്തുകളിലൊക്കെ വാർഡുകളുടെ എണ്ണം കൂട്ടുമ്പോൾ കൊട്ടിയൂർ പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം കൂട്ടിയില്ല. അപ്പോൾ അത് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ജനസംഖ്യ കുറഞ്ഞു എന്നാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ് പരിഹരിക്കാൻ പറ്റുമോ പ്രശ്നം? അല്ല, എനിക്ക് ആദ്യം ഈ പറഞ്ഞ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനുള്ള സമയം തരണം. അതിലൊന്ന്, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് കൊട്ടിയൂർ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുന്നത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രാദേശിക വികസനം അല്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാഷണൽ തലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വികസനം ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്? ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റും ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റും. ഞങ്ങൾ ഈ രണ്ട് പേർക്കും നിരവധിയായ നിവേദനങ്ങൾ, ഇവിടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് കുറേ നിവേദനങ്ങൾ, 8 നിവേദനങ്ങളാണ് ഞാൻ അദ്ദേഹം കൈ പോലും മേടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു അദ്ദേഹം കയ്യിൽ മേടിക്കുകയല്ല, നിങ്ങൾ വേണമെങ്കിൽ ആ വണ്ടിയെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ കുറ്റം പറയുന്നതല്ല, തിരക്കായിരിക്കും. പക്ഷേ നമ്മൾ ഈ കൊടുത്തതിനൊന്നും യാതൊരു മറുപടിയും തന്നില്ലെന്ന് മാത്രമല്ല, ഒരു സാധാരണഗതിയിൽ കൊടുക്കുന്ന കത്തുകൾക്ക് മറുപടി വരും പലപ്പോഴും. ഇത് ഒരു വിധത്തിലുള്ള മറുപടികൾ പോലും ഈ BJPയുടെ MP-മാരുടെ പക്കൽ നിന്ന് നമുക്ക് ലഭിച്ചില്ല എന്നാണ്. രണ്ടാമത് ഇവിടെ LDFൻ്റെ ആൾ പറഞ്ഞു ഈ നിയമം കൊണ്ടുവന്നതിനെക്കുറിച്ച്. ഇപ്പോഴാണ് ഈ നിയമത്തിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ 9.5 വർഷക്കാലം കാട്ടിലായിരുന്നോ ജീവിച്ചിരുന്നത്? ഇവരെവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? ഈ നാട്ടിൽ നിയമം കൊണ്ടുവരണമെങ്കിൽ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ നിയമം കൊണ്ടുവരത്തില്ലേ? അതിനെന്താണ് തടസ്സം? ആരാണ് തടസ്സം നിൽക്കുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ തടസ്സം നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്ന സമയത്തല്ലേ ഇവർ നിയമം പാസ്സാക്കി അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളികൾ തന്നെയാണ്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ആ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മൾ ചില പത്രവാർത്തകൾ കൊടുക്കുമ്പോൾ അല്ലെ ചില വിഷയങ്ങൾ, കടുവ കേസിലൊക്കെ നമ്മളൊരു പ്രതികരണം നടത്തുമ്പോൾ അവരൊക്കെ അനുകൂലമായ, ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടികളും അല്ലെ ഒരു പത്രപ്രസ്താവന പോലും നടത്താൻ സാധിക്കാത്ത ഒരു പാർട്ടിയുടെ വക്താക്കളാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് അന്ന് കൊണ്ടുവന്ന നിയമം ഞങ്ങൾ 9.5 വർഷം കഴിഞ്ഞപ്പോൾ ഭേദഗതി ചെയ്തെന്ന് പറയുന്നത് ശരിയല്ലേ? ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് എപ്പോൾ ചെയ്യണമായിരുന്നു? 9.5 വർഷമൊന്നും വേണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ അധികാരത്തിൽ വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഈ തീരുമാനങ്ങളൊക്കെ മാറ്റാൻ കേൾപ്പുള്ള സർക്കാരാണെങ്കിൽ അത് ചെയ്തിരിക്കണം. ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കണം. ഇവിടെ വന്യജീവി, നമുക്കറിയാവുന്ന പോലെ വന്യജീവി സംഘർഷം മൂലമാണ് ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾ പോകുന്നത്. അതുപോലെ അത് മാത്രമാണോ ഇവിടുത്തെ കാർഷിക വിളകളുടെ വിലത്തകർച്ച? നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ ഈ 9.5 വർഷക്കാലം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്ന റബ്ബറിൻ്റെയും കശുവണ്ടിയുടെയും വിലയിൽ നിന്ന് എന്ത് മാറ്റമാണ് വന്നത്? ഒരു മാറ്റവും വന്നിട്ടില്ല. 9 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ജീവിത നിലവാരം, ജീവിത ഉയർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത ചെലവുകളുടെ ഉയർച്ച എത്ര ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഈ ഉയർച്ചകളൊക്കെ വർദ്ധിക്കുമ്പോൾ പണ്ട് കാലത്ത് 9.5 വർഷം മുമ്പുണ്ടായിരുന്ന അതേ വിളകൾക്ക് അതേ വിലകൾ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇതിനൊക്കെ ഈ നാട്ടിലെ കർഷകർ ഇറങ്ങിപ്പോകുന്നതിന് കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. അത് ഈ രണ്ട് കാര്യങ്ങൾ ഇവർ നടത്തുന്ന കുപ്രചരണം കൊണ്ടാണ്. കുപ്രചരണങ്ങളല്ല ഇത് കുപ്രചരണങ്ങളല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഈ നിങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങി നോക്ക്, നാട്ടിലോട്ട് ഇറങ്ങിച്ചെല്ല്, സാധാരണ ജനങ്ങളോട് ചോദിക്ക്. സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അന്നും ഇന്നും റബ്ബറിന് 180-160 രൂപ വിലയുള്ളൂ. ഇവിടെ 250-300 രൂപ വില ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ നാട്ടിൽ ജനങ്ങള് സുഖമായി ജീവിച്ചിരുന്നു. റബ്ബറെ ഇറക്കുമതി ചെയ്തത് ചിദംബരം പുറത്തു പോകുമ്പോ 6 ലക്ഷം മെട്രിക് ഇറക്കുമതി ചെയ്താലും കർഷകരുടെ കാര്യം അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന സർക്കാരുകൾ ലോകം നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അവർ ആ നിയമങ്ങൾ ഉണ്ടാക്കണം. അല്ലല്ല ഞാൻ പറയാം, ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിനുള്ള മറുപടി അല്ല, ലോകത്തുള്ള കാര്യമൊക്കെ പറയണമെങ്കിൽ ലോകത്തുള്ള കാര്യം പറയാൻ എനിക്കും അറിയാം. അത്രേ ഉള്ളൂ. ഇത് മര്യാദകേടാണ്, ഇത് മര്യാദകേടാണ്. ഞാൻ പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ജനം ഇറങ്ങിപ്പോയതാണ് എന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ നാട്ടിലെ കർഷകർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയ ഒരു ഗവൺമെന്റിനെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ശരിയായ കാര്യമാണ്. അത് തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് NDA പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, അതായത് ഇപ്പം കൊട്ടിയൂർ പഞ്ചായത്തിലെ ആളുകൾ ഇപ്പം വന്യജീവി പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇവിടുന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെന്താണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടെന്ന് പരിഹാരം കാണാൻ പറ്റുമോ, അല്ലെ പഞ്ചായത്തിന് അതിന് കാണാൻ കഴിയില്ലായിരുന്നോ? കൊട്ടിയൂർ പഞ്ചായത്ത് പോലെയുള്ള മലയോര മേഖലയിൽ ധാരാളം ആളുകൾ മലയോര പ്രദേശത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയുന്ന വ്യക്തിപരമായിട്ട് പറയുന്നത്, കൊട്ടിയൂർ പഞ്ചായത്തിൽ റോഡുകളും
വൈദ്യുതിയും കുറേ വർഷങ്ങൾക്ക് മുൻപേ അവിടെ എത്തിയിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഇളകിപ്പോവില്ലായിരുന്നു, ഈ കാട്ടുമൃഗങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നു. ജനങ്ങളെല്ലാം പോയതിന് ശേഷമാണ് അവിടെ റോഡും വെളിച്ചവും വന്നത്. അതുതന്നെ ഈ ഭരണ സംവിധാനം ഉള്ള ആൾക്കാർക്ക് ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ നടപടി സ്വീകരിച്ചത്. പിന്നെ വൈൽഡ് ലൈഫ് വാർഡന് ഇവിടെ വരുന്ന വന്യമൃഗങ്ങളെ, പ്രത്യേകിച്ച് പന്നി അതുപോലെയുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അവരെ വെടിവെക്കുവാനുള്ള ആളുകൾക്ക് ലൈസൻസ് ഉള്ളവരെ വിളിച്ചുകൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലുവാനുള്ള അവകാശവും അധികാരവും പഞ്ചായത്ത് പ്രസിഡന്റ്. അത് ഉപയോഗിക്കാതെ ഇവിടെ വന്യമൃഗശല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ ഓരോ വികസന പദ്ധതികളും ഈ സാധാരണക്കാരിൽ എത്തുന്നില്ലെന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, കുറച്ച് റോഡും കുറച്ച് വൈദ്യുതി വിളക്കുകളും മാത്രമല്ല ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഷ്ടപ്പെട്ട് സഹിച്ച എത്രയോ ആളുകൾ, ഒരു 4 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവനും ഈ രാജ്യം വിട്ടുപോകുന്നു, സംസ്ഥാനം വിട്ടുപോകുന്നു. എന്തുകൊണ്ടാണ്? ഈ കാലമത്ര ഭരിച്ചിട്ടുള്ള സർക്കാരുകൾക്ക് ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള, ഇല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ തേടിപ്പോകുന്നു. അതിന് കുറ്റം പറയുന്നത് ഇവിടുത്തെ സർക്കാരാണ്, ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരാണ്, ഒന്നും ചെയ്യാത്ത സർക്കാരാണ്. ഇവിടെ നിന്ന് പരസ്പരം വെല്ലുവിളിക്കും, ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇവർ രണ്ടുപേരും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കക്ഷിയുടെ പ്രാരംഭവിളാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന ഈ പറയുന്നതിൽ നമുക്ക് കാര്യമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവണമെങ്കിൽ, ഈ പഞ്ചായത്തിന് വികസനം ഉണ്ടാവണം, തീർച്ചയായിട്ടും NDA നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഇവിടെ ഭരണത്തിലെത്തിയാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം കാണുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അനുഭവം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജോസഫ്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വന്യജീവിയൊക്കെ നമുക്ക് ചർച്ച ചെയ്താലും തീരാത്ത വിഷയങ്ങളാണ് ഉള്ളത്. അതല്ല, നമുക്ക് കൊട്ടിയൂരിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. നമുക്ക് അതിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ? അതേ കഴിഞ്ഞ പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിൽ ഈ ടൂറിസം എന്ന് പറഞ്ഞാൽ പിൽഗ്രിമേജ് ടൂറിസം എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ ക്ഷേത്രവും അതുപോലെ പാലുകാച്ചിയും അതുപോലെ പാൽച്ചുരവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽഗ്രിമേജ് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കേരളത്തിലെ നമ്പർ 1 പ്രദേശമാണ് കൊട്ടിയൂർ. അതിനെ കമ്പയർ ചെയ്യാൻ വേറൊരു സ്ഥലമില്ല. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ആൾ വന്ന് ഇവിടെ ബന്ദികളാക്കപ്പെടുകയാണ്. രണ്ടാമതായി, ഈ വരുന്ന ആളുകളിൽ ഒരു 10% ആളുകളെ വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമായിരുന്നു പാലുകാച്ചി. ആ പാലുകാച്ചി ഡെവലപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ, 15 വർഷക്കാലം ഇവിടെ ഭരിച്ചവരാണല്ലോ, അത് ഡെവലപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായും കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി. കാരണം പഴയ കാലത്തൊക്കെ പാലുകാച്ചിയുടെ പേര് പറഞ്ഞ് സ്വാമിമാർ കേരളമാകെ പ്രചണ്ഡമായ പ്രചരണം അവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ നിലയിൽ പാലുകാച്ചിയെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്താ സ്ഥിതി? കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പാലുകാച്ചി, നിങ്ങൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതി നിങ്ങൾ നോക്ക്. പാലുകാച്ചി ആരുടെ പദ്ധതിയാണ്? കേളകത്തിൻ്റെ പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന വാർഡാണ് പാലുകാച്ചി. അദ്ദേഹം 5 വർഷക്കാലം അവിടെ മെമ്പറാകുകയും പ്രസിഡൻ്റാകുകയും ചെയ്തതിൻ്റെ ഫലമായി പാലുകാച്ചി കൊട്ടിയൂർ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. അത് കേളകത്തിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വന്നു. കഴിഞ്ഞ ദിവസം ചുങ്കക്കുന്നിൽ നിന്ന് ഒരു കടക്കാരനോട് പറഞ്ഞു, പല ആളുകളും വന്ന് ഇവിടെ വണ്ടി നിർത്തി പാലുകാച്ചിയിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, എങ്ങോട്ടാണ് സഹോദരാ പോവുക എന്ന് ചോദിക്കും. അപ്പം ഞാൻ നാണമില്ലാതെ പറയേണ്ടി വന്നു, നിങ്ങൾ കേളകത്തൂടെ പോകും. ഇവിടെ പാലുകാച്ചി കൊട്ടിയൂരിന്റെ ആണെന്നും പാലുകാച്ചി ടൂറിസം പാലുകാച്ചിയിലേക്ക് ഇന്ന് ഇവിടെ വരുന്ന ഒരാൾക്ക് പോകണമെങ്കിൽ കേളകത്ത് ശാന്തിഗിരിയുടെ പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡാണ്. ഇന്ന് ഈയിടെ ഫേസ്ബുക്കിലൊരു ഫോട്ടോ കണ്ടു, പാലുകാച്ചി റോഡ് പോയി മുട്ടി നിൽക്കുന്നു. എവിടെ? കാട്ടിൻ്റെ വക്കത്ത്, ഉള്ളിക്കൂടെ ഇങ്ങനെ പാമ്പ് ഇഴഞ്ഞു പോകുന്ന റോഡും കാണാം. ആ പാമ്പഴഞ്ഞ റോഡിലൂടെ പാലുകാച്ചി പോകാൻ സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ വാർഡാണ്. അദ്ദേഹത്തിന് പാലുകാച്ചി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞ 10 വർഷമായി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അവസരം കിട്ടി. കേളകത്തിന് വിട്ടുകൊടുത്തി പഞ്ചായത്തിനെ ചതിച്ച രാഷ്ട്രീയ നേതൃത്വമാണ് UDF-ന്റേത് എന്ന് ഞാൻ പറയും. തെറ്റായ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. മറുപടി പറഞ്ഞു, അതുകൊണ്ടാണ്. ആദ്യം ഞാനിതിന് മറുപടി പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചോ. ഈ പാലുകാച്ചി ടൂറിസം കേരളത്തിന് വിറ്റെന്ന് പറഞ്ഞ LDF-ന്റെ ആൾക്കാർക്ക് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ വിറ്റ പദ്ധതിയിൽ എന്തുകൊണ്ടാണ് അവിടെ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാൻ സാധിക്കാതെ പോയത്? 2 പഞ്ചായത്ത് ചേർന്നാണ് ആ പദ്ധതി. അല്ല, ഞാൻ പറയട്ടെ, 2 പഞ്ചായത്ത് കേരളവും കൊട്ടിയൂരും കൂടി സംയുക്തമായിട്ട്, നമ്മൾ എന്തിനാണ് സംയുക്തമാക്കിയത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ
ഭരണമാണ് കേരള പഞ്ചായത്ത് നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സഹായം ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പഞ്ചായത്ത് അല്ലെങ്കിൽ കേരള പഞ്ചായത്തിനെ തൊടിപ്പിക്കില്ല. അല്ലല്ല, അത് കൃത്യമായിട്ടും നമ്മൾ തൊടിപ്പിക്കില്ല. ഇത് കൊട്ടിയൂർ പഞ്ചായത്തിൽ റീസർവേ ചെയ്ത് കഴിയുമ്പോൾ ഈ കൊട്ടിയൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഈ പറയുന്ന ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ കയ്യിലിരിക്കുന്ന ഭൂമിയല്ല, അത് റവന്യൂ ഭൂമിയാണ്. ആ റവന്യൂ ഭൂമി നമ്മൾ കൃത്യമായിട്ടും റീസർവേ കഴിയുമ്പോൾ തിരിച്ചു പിടിച്ച് അത് കൊട്ടിയൂരിന്റെ പദ്ധതിയായി മാറ്റാൻ നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ നോക്കിയത് LDFന്റെ ഒരു ഭരണം, ഒരു സംസ്ഥാന ഭരണം നടക്കുമ്പോൾ ആ സംസ്ഥാന ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കേരളത്തുള്ളപ്പോൾ അവരും കൂടി ഞങ്ങൾ രണ്ടുപേരും ആരാ പറഞ്ഞ് ഇവിടെ നിരവധി പദ്ധതികൾ 2 പഞ്ചായത്തും സംയുക്തമായിട്ട് പദ്ധതികൾ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന പദ്ധതികൾ കൊട്ടിയൂർ പഞ്ചായത്തിന്റെ 2 റോഡുകൾക്ക് വേണ്ടി 75 ലക്ഷം രൂപ ഞാനാണ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുന്നത്. ആ കത്ത് കൊടുത്തിരിക്കുന്നതിനൊന്നും യാതൊരു മറുപടിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ ഒരു സംസ്ഥാന സർക്കാർ ഒരു പഞ്ചായത്തിനെ കൊണ്ട് ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് അറിയാവുന്ന LDFന്റെ ഈ അംഗങ്ങൾ പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. ഒരു തരത്തിലും ഇത്തരം നോണപ്രചരണങ്ങൾ നടത്തി നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാന്ന് വിചാരിക്കുന്നു. പാൽച്ചുരത്തിന്റെ കാര്യം ഞങ്ങൾക്കറിയാം. ഇപ്പം വയനാടേക്ക് പോകാൻ പ്രധാന എളുപ്പപാതയാണ് പാൽച്ചുരം. പക്ഷേ ചുരം രഹിത പാത എന്നുള്ള കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ മേഖലയിൽ. അതിനെന്താണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം. ഞാൻ ഈ പഞ്ചായത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ സംയുക്തമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, സംയുക്തമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഇവിടെ ശശിയേട്ടനും തങ്കപ്പ മാഷും അടക്കമുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയെ നമ്മൾ പോയി കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് നടക്കുകയില്ല, ഈ പദ്ധതി നടക്കുകയില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ പിന്നെയും വിട്ടില്ല. വീണ്ടും ഞങ്ങൾ നമ്മുടെ EP ജയരാജൻ മിനിസ്റ്റർ വ്യവസായ മന്ത്രി പോയി കണ്ടു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ആരാണ്? PK ശ്രീമതി ടീച്ചറാണ്. ടീച്ചറടക്കം ഞങ്ങൾ പോയി കണ്ടപ്പോൾ അന്ന് എന്നാ പറഞ്ഞേ? അന്ന് നടക്കുകയില്ല, നിങ്ങൾ വേണമെങ്കിൽ 42 ഉള്ള റോഡ് നന്നാക്കാനാണ് പറഞ്ഞേ. അങ്ങനെ നമ്മൾ നിരവധിയായ എനിക്കറിയില്ല, ഈ പറയുന്ന BJPയുടെ നേതാക്കന്മാർക്ക് ഈ 44 മൈൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക്, അതുപോലെ തന്നെ ജോർജ് കുര്യന്, ഇവിടെ അരുൺ ഇവിടെ ഇല്ലെന്ന് എനിക്കൊന്ന്, അരുൺ ഭരത് ഇവിടെ ഇല്ല. അരുൺ ഭരത് ഉണ്ടെങ്കിൽ അരുൺ ഭരതിനെ കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയി നേരെ കണ്ണൂർ പോയി ഓഫീസിൽ പോയി കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. നിരവധിയായ നിവേദനങ്ങൾ കൊടുത്തിട്ട് ഈ നിരവധിയായ നിവേദനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സർക്കാർ ഒറ്റ കാര്യം തീരുമാനിച്ചാൽ മതി, ഒരു യൂസർ ഏജൻസിയെ തീരുമാനിക്കാൻ മതി. ആ യൂസർ ഏജൻസിയെ തീരുമാനിച്ചാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകരുതെന്ന് LDFന്റെ നേതാക്കന്മാർക്ക് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് 44 മൈൽ വരാതെ പോയത്. ഓക്കെ. ഇപ്പോൾ ഒരു NDA പ്രതിനിധിയെ ഇപ്പോൾ കൊട്ടിയൂർ പഞ്ചായത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടാൽ ഈ ചുരം രഹിത പാതയും അതുപോലെ പാലുകാച്ചി ടൂറിസം ഒക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ കേന്ദ്രമായി ഇടപെട്ടിട്ട്? തീർച്ചയായും സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും. കാരണം സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ നേതൃത്വത്തിൽ പാലുകാച്ചിയിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും അത് സാമൂഹ്യ വിരുദ്ധർ തകർക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കൊട്ടിയൂരിൻ്റെ മുഖം മറ്റൊന്നാകുമായിരുന്നു, കൊട്ടിയൂരിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അവിടെ വികസനവും തീർത്ഥാടകരും എല്ലാ ദിവസവും ഒരു ഗുരുവായൂർ പോലെ അല്ലെങ്കിൽ ശബരിമല പോലെ ആകുമായിരുന്നു. ആ ഒരു സംഭവത്തെ ഇല്ലെങ്കിൽ ആ സംരംഭത്തെ തച്ചു തകർത്ത് അതിനെതിരെ ഇവിടുത്തെ ഒരാളും എതിർത്തില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. അതോടൊപ്പം തന്നെ പാലുകാച്ചിയിലേക്ക് മര്യാദയ്ക്ക് പോകാനുള്ള റോഡില്ല. നമുക്കറിയാം, കൊട്ടിയൂർ പഞ്ചായത്തിൽ നിന്ന് പാലുകാച്ചിയിലേക്ക് നല്ല റോഡും അതുപോലെ അവിടെ എത്തുന്ന തീർത്ഥാടകർക്കും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾക്കും വിശ്രമിക്കുവാനും അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാലുകാച്ചിയിൽ ധാരാളം ആളുകൾ അവിടെ എത്തും. അതിനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ്. ചുരരഹിത പാത തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധ്യമായതെല്ലാം ചെയ്യും. ഞങ്ങളുടെ പ്രത്യേകിച്ച് അതിനോട് താല്പര്യമുള്ള വനം വകുപ്പാണ് അതെ, അതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെയുള്ള പുതിയ MPമാരുമായി സംവദിച്ചും തങ്ങൾക്ക് ചെയ്യുവാനായി സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ചുരം രഹിത പാത സുരക്ഷിതമായി യാത്ര ഒരുക്കാനുള്ള ബാധ്യതയും കടപ്പാടും ഈ നാട്ടിലെ ജനങ്ങളോട് ഉള്ളത് കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന NDAയും തീർച്ചയായിട്ടും ഈ ചുരരഹിത പാത പ്രവർത്തികമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കും. ഇപ്പോൾ നമ്മളെ കൊട്ടിയൂരിലെ വോട്ടർമാരും കുറച്ച് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഇവിടെയുള്ള നേതാക്കന്മാരുടെ കൊട്ടിയൂരിൻ്റെ വികസനത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഒരാൾ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം അവർക്ക് മറുപടി പറയണം, അതും ഒരു 30 സെക്കൻഡ് കൊണ്ട് ചോദിക്കണം. എന്താണ് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്? ആർക്കാണ് ആദ്യം പറയാം? ഇവിടെ കൊട്ടിയൂരിൻ്റെ വികസനത്തിന് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന ചുരം രഹിത പാത, ആ പാതയ്ക്ക് വേണ്ടി വനത്തിൽ കൂടി സ്ഥലം കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുത്തിരുന്നു. ആ ലീസിന് കൊടുത്ത ആ സ്ഥലം
ഇന്ന് റിസർവ് ഫോറസ്റ്റ് പോലെയുള്ള മറ്റ് ഫോറസ്റ്റ് പോലെയുള്ള പ്രദേശമായി മാറിയതിന് ആരാണ് ഉത്തരവാദി? ഏത് പഞ്ചായത്തിൻ്റെ കാലത്താണ് അത് പണമടയ്ക്കാൻ കഴിയാതെ വരുന്നത്? മറ്റൊരു കാര്യം UDF പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന് പദ്ധതി വിഹിതമായി കിട്ടിയത് 92,77,29,942 രൂപയാണ്. അതിൽ റോഡ് ഇതര ഫണ്ട് 10 വർഷം കൊണ്ട് കിട്ടിയത് 5,81,77,561. അതിൽ 62% മാത്രമേ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം? ഒന്ന് 44 മൈൽ റോഡിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിന് ലീസിന് അനുവദിച്ചിരുന്നു. ആ ലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കത്തയച്ചു. എന്താണ് കത്തയച്ചത്? പഞ്ചായത്തിന് ഇങ്ങനെ ലീസ് അനുവദിച്ചിരുന്നതാണെന്നും അതിൻ്റെ കുടിശ്ശിക എത്രയാണെന്നും ആ കുടിശ്ശിക എത്രയാണെങ്കിൽ അത് അറിയിക്കണമെന്നും പറഞ്ഞ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിന് കത്തയച്ചപ്പോൾ നമുക്ക് മറുപടി ഇതേവരെ യാതൊരുവിധ മറുപടിയും തന്നില്ല എന്ന് മാത്രമല്ല അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ല അങ്ങനെ പറയണ്ട. ഞാൻ പറയാം. ഞങ്ങൾ കൃത്യമായിട്ടും ബോർഡ് തീരുമാനത്തോടു കൂടിയാണ് ഇത് അയച്ചിരിക്കുന്നത്. ഇവിടെ LDF മെമ്പർമാരിരുന്ന ബോർഡാണല്ലോ അത്. ആ ബോർഡിൽ ഈ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനം പഞ്ചായത്തിലുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്താണ് എങ്ങനെയാണ് നമ്മൾ കത്ത് കൊടുത്തതിൻ്റെ മറുപടി എന്താണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ലീസിന് അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതിനുശേഷം LDF സർക്കാരുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് LDF ഭരിച്ച പഞ്ചായത്ത് കുറേ കാലം പഞ്ചായത്ത് ഭരിച്ചിരുന്നല്ലോ. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇവരെവിടെയായിരുന്നു? അന്നൊക്കെ ഇവർക്ക് ചെയ്തുകൂടായിരുന്നോ? അന്ന് ചെയ്യാത്ത കാര്യത്തിന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒറ്റ കാര്യം തീരുമാനിച്ചാൽ മതിയല്ലോ. സംസ്ഥാന ഗവൺമെൻറ് എന്താ ചെയ്യണ്ടേ? ഈ കാര്യത്തിൽ ഒരു യൂസർ ഏജൻസി വെച്ച് ആ യൂസർ ഏജൻസിന് ഒരു പഠനം നടത്താൻ തീരുമാനിച്ചാൽ മതിയല്ലോ. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കുന്നില്ല? അപ്പോൾ 9.5 വർഷക്കാലം സംസ്ഥാനം ഭരിച്ച സർക്കാരിൻ്റെ പ്രതിനിധികൾ പറയാണ് ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യം, പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കാത്ത കാര്യം. ചോദ്യം അത് തന്നെയാണ്. 44 മൈലിലാണ് ചോദ്യം. അടുത്ത ചോദ്യം അല്ലല്ല, അത് മറുപടി അല്ലല്ല. പഞ്ചായത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൃത്യമായ മറുപടി ഉണ്ട്. പിന്നെ പദ്ധതി വിഹിതം ഒരു കാര്യം കൂടി. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറയാം. പദ്ധതി വിഹിതത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, നമുക്ക് മാർച്ച് മാസം, ഫെബ്രുവരി മാസം, ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേനും അന്നേരം പറയും ഇനി 5 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ല് മാറാൻ പാടില്ല, 10 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ല് മാറാൻ പാടില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് സ്പിൽ ഓവറിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സ്പിൽ ഓവറുകൾ നമുക്കറിയാം. ഏത് വർഷമാണ് നമുക്ക് പൂർണ്ണമായിട്ട്? പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ സ്പിൽ ഓവർ നമുക്ക് അനുവദിക്കുമായിരുന്നു. ഈ സർക്കാർ വന്ന പിന്നെ അത് അനുവദിച്ചിട്ടില്ല. അത് നിങ്ങൾ അറിയണം. കൊട്ടിയൂർ പഞ്ചായത്ത് 53 വർഷമായി നിലവിൽ വന്നിട്ട്. 10 വർഷമാണ് LDF ഭരിച്ചത്. 43 വർഷം UDF ആണ് ഭരിച്ചത്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ ഒരു പാലം നിർമ്മിക്കാൻ LDF സർക്കാർ വല്ലു വന്നു. ഇവിടെ ഏറ്റവും ആദ്യം കൊട്ടിയൂർ പഞ്ചായത്ത് നീർക്കെട്ട് പാലം നീണ്ടോക്കി പാലമായിരുന്നു. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വലിച്ച് അവിടെയെല്ലാം പണിത് ഇപ്പോൾ ഈ LDF സർക്കാർ വന്ന് 2ാം സർക്കാർ വന്നതിന് ശേഷം പാലം എടുത്തു. നിങ്ങളൊന്നും ചെയ്യാതെ ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. ചോദ്യം തന്നെ. കാരണം നിങ്ങൾ എന്ത് ചെയ്തു? ഈ 43 വർഷം കൊട്ടിയൂരിൽ എന്ത് വികസനമാണ് കാണിച്ചിരിക്കുന്നത്? കൊട്ടിയൂരിൽ 45 വർഷം എന്ത് വികസനമാണ്? അത് ചുരുക്കി പറയണോ? ഒരുപാട് പറയാനുണ്ട്. ഇല്ല. ഈ 43 വർഷക്കാലം കൊട്ടിയൂർ 43 വർഷത്തിന് മുമ്പ് ചാച്ചൻ ഇവിടെ ജീവിച്ചിരുന്ന ആളല്ലേ? ഈ നാട്ടിൽ തന്നെ ആയിരുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ 43 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട് എങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ ഈ നാട് എങ്ങനെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ടാകണം. അത് ജനങ്ങൾ കൊണ്ട്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും അത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ല, ഞാൻ പറയാം, ഈ പാലം കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നത് അന്നേരം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഈ പാലം ഇന്നലെ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് 10 വർഷക്കാലം ഇവർ ഭരിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ആ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഇവർക്ക് അന്ന് കൊണ്ടുവരായിരുന്നല്ലോ. അന്ന് കൊണ്ടുവരാത്ത പറഞ്ഞറിയുന്നത് ബോയ്സ് ടൗൺ റോഡ് കൊണ്ടുവന്ന്. ഓക്കെ. കൊട്ടിയൂരിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ റോഡുകളാണ്. അതിൽ പ്രധാനപ്പെട്ട റോഡാണ് അമ്പായത്തോട് ബോയ്സ് ടൗൺ റോഡ്. 1986 ഉരുൾപൊട്ടി ആ റോഡ് പോയതിന് ശേഷം പല പ്രാവശ്യമായിട്ട് 36 കോടി, 39 കോടി, 42 കോടി രൂപ അനുവദിച്ചു. നാളിതുവരെയായിട്ട് അതിന് ടെൻഡർ വെച്ചിട്ടില്ല. അവിടെ ദൈനംദിനം എന്നപോലെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
ഇതിനൊരു വ്യക്തത ഈ ഭരിക്കുന്ന പാർട്ടി തരണമെന്ന് വ്യക്തമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബോയ്സ് ടൗൺ റോഡ് നിർദ്ദിഷ്ട വിമാനത്താവള റോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോഡാണ്. തീർച്ചയായും ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദുരിതഗതിയിൽ നടന്നു വരികയാണ്. വിമാനത്താവള റോഡും കൂടി പൂർത്തിയാകുമ്പോൾ നിലവിലുള്ള ബോയ്സ് ടൗൺ റോഡ് തീർച്ചയായും അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡായി വാസ്തവത്തിലാണ് അതിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ നിങ്ങൾക്കറിയാം. തീർച്ചയായും ഭാവിയിൽ ആ ബോയ്സ് ടൗൺ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡായി മാറും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പാരൽ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. ഇവിടെ പറഞ്ഞ പോലെ 1972 ആ റോഡ് പഞ്ചായത്ത് റോഡായി അംഗീകരിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവിറക്കുകയും അതിനാവശ്യമായിട്ടുള്ള ലീസ് എമൗണ്ട് കൊടുക്കുന്നതിന് ഉത്തരവിടുകയും ചെയ്തതാണ്. പക്ഷേ 1980 വന നിയമം വന്നതാണ് കുഴപ്പമായത്. 1980 വന നിയമത്തിന് മുമ്പ് ആ സ്ഥലം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ പഞ്ചായത്ത് റോഡായി ഇന്നും കൊടുക്കുമായിരുന്നു. 1980 വന നിയമം വരികയും ആ പ്രദേശം വൈൽഡ് ലൈഫ് ഏരിയയായി മാറി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധി വരികയും ചെയ്ത രണ്ട് നിയമങ്ങൾ സബ്സിക്വൻ്റായി വന്ന് അവിടെ നടപ്പിലായതാണ് ഇന്ന് നമുക്ക് ആർക്കും കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞു അല്ല, നിയമമല്ല അവിടെ നടപ്പിലായത് നിയമം നടപ്പിലായി വന്നപ്പോൾ ഇത് കൂടുതൽ അങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യമായി വരിക. നിങ്ങളൊരു കാര്യം വിചാരിക്കേണ്ടത്, ശബരിമലയ്ക്ക് വികസനത്തിന് വേണ്ടി ഫോറസ്റ്റ് ഭൂമി ചോദിച്ചിട്ട്, ശബരിമല കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്ഥലമാണ്, സംസ്ഥാനത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനമാണ്. 1 സെൻറ്റ് ഭൂമി ഫോറസ്റ്റ് വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് മാത്രം വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നൊരു കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു കമ്മിറ്റിയുടെ ഭാരവാഹിയായിരിക്കുകയും അത് വകയും ചെയ്യും. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് യൂസർ ഏജൻസിയെ നിശ്ചയിച്ചില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞത് തെറ്റാണ്. PWDയെ യൂസർ ഏജൻസിയായി ഇപ്പോഴല്ല, കഴിഞ്ഞ LDF ഗവൺമെൻറ് നിശ്ചയിക്കുകയും അവിടെ ഫണ്ട് അനുവദിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഫണ്ട് വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ റോഡ് ഏറ്റെടുക്കാൻ തീരുമാനം യൂസർ ഏജൻസിയുണ്ട്. യൂസർ ഏജൻസി ഗ്രീൻ ട്രിബ്യൂണലിൽ ഒരു ഘട്ടത്തിൽ അപേക്ഷ കൊടുത്താണ് പറയുന്നത്. ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് സ്ഥലം അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിന് വളരെ പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പോയിന്റ് പറഞ്ഞാലേ പറഞ്ഞുള്ളൂ. 72 എടുത്ത ഈ സ്ഥലത്തിന് ഈ ഫീസ് അടയ്ക്കാതെ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതെ ഇത് ഏറ്റെടുക്കാതെ കൊണ്ട് നശിപ്പിച്ചത് ആ കാലങ്ങളിലുണ്ടായ UDF പഞ്ചായത്ത് ഭരണസമിതിയാണ്. അതിന് കാരണം അവർ പണ്ട് തുരുത്തി കുഞ്ഞാട്ടിൻ്റെ റോഡെന്നാണ് പറയുക. ഇപ്പുറത്ത് കോൺഗ്രസ് റോഡ്, മറ്റത് തുരുത്തി കുഞ്ഞാട്ടിൻ്റെ റോഡ്. തുരുത്തി കുഞ്ഞാട്ടിൻ്റെ റോഡിലേക്ക് നോക്കുന്ന ആളുകളെ ഇവിടെ തല്ലുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ ആ റോഡിനെ അവഗണിച്ചത് ഇവിടുത്തെ UDF നേതൃത്വമാണ്. അവർ ഭരിക്കുമ്പോഴാണ്. അവർ പർപ്പസ്ഫുള്ളി ഇതിൻ്റെ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാണ് ഈ റോഡ് കിട്ടാതെ പോയത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 2016 വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്കും നമുക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കാറുണ്ടായിരുന്നു. ആ ഫണ്ട് അനുവദിക്കുന്ന പഞ്ചായത്ത് വിഹിതം അനുവദിക്കുന്നത് ഓരോ വർഷവും 10% വർധനവ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം അതേ ഫണ്ട് മാത്രമാണ് അനുവദിക്കുന്നത്. അതോടൊപ്പം ജനുവരി മാസമാകുമ്പോഴത്തേനും ട്രഷറി ബാൻ ഉണ്ടാക്കുകയും പല ബില്ലുകളും മാറാൻ പറ്റാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാമീണ പഞ്ചായത്തിൽ സർക്കാരിൻ്റെ സഹായമില്ലാതെ എങ്ങനെ വികസന പ്രവർത്തനം നടത്താൻ കഴിയും? ഈ 10% വർധനവ് ഉണ്ടാക്കാൻ കഴിയാത്തത് സർക്കാർ ഗ്രാമീണ മേഖലയെ അവഗണിക്കുന്നത് കൊണ്ടല്ലേ? ചോദ്യാരാടാ LDFൻ്റെ പ്രതിനിധിയോടാ. അതായത് സർക്കാർ കാര്യമായിട്ടൊന്നും ഈ കൊട്ടിയൂർ പഞ്ചായത്തിനെ സഹായിക്കുന്നില്ലെന്നാണ്. നേരത്തെ ഇവിടെ അനുവദിച്ച ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഏതാണ്ട് 100 കോടിയുടെ അടുത്ത് കിട്ടിയിട്ട് 60% ചെലവഴിച്ചിട്ടുള്ളൂ ഈ പഞ്ചായത്തുള്ളത് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ വർധനവിനെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നിട്ട് ഇപ്പോൾ 30 കൊല്ലമായി. ഈ 30 കൊല്ലം കൊണ്ട് അനുവദിച്ച കോടാനകോടി രൂപയിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ, പല വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വം നടത്തേണ്ടത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. മെയിൻ്റെനൻസ് ആണ് പ്രശ്നം. അപ്പം മെയിൻ്റെനൻസ് ഫണ്ട് കൂടുതലായി അനുവദിക്കുന്ന നിലപാടായി ഗവൺമെൻറ് സ്വീകരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, ഈ ഫണ്ട് ലാപ്സാക്കുന്ന നിലയുണ്ടെന്ന് പറയുന്നത് പൂർത്തും തെറ്റായ പ്രചരണമാണ്. കാരണം കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ ഒരു വിഷയം എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഓർക്കുകയാണ്. മുമ്പത്തെ മാർച്ച് 31-നാണ്. മാർച്ച് 31-ന് കുറേ വർക്കിൻ്റെ ഫണ്ട് ബില്ല് ഹാജരാക്കാൻ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ സമയത്തിനുള്ളിൽ മാർച്ച് 31-ന് അല്ലെങ്കിൽ 30-ന് വൈകുന്നേരം ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് 31-ന് രാവിലെ കൊണ്ട് ഹാജരാക്കി. വൈകുന്നേരം സാങ്കേതികമായി ബില്ലുകൾ കൊടുക്കുന്നത് സാധാരണ മാർച്ച് 31 രാത്രി 12 മണി വരെ ബില്ലുകൾ കൊടുക്കാം. രാത്രി ബില്ലുകൾ കൊടുക്കാം. ഞങ്ങൾ 5 മണിക്ക് ബില്ലുകൾ കൊടുത്തു.
5 മണിക്ക് കൊടുത്ത ബില്ലുകൾ പാസ്സാക്കാതെ വെച്ച ട്രഷറിക്കാരാണ്. അത് മനഃപൂർവ്വമാണ്, ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ എല്ലാ പഞ്ചായത്തുകൾക്കും, കൊട്ടിയൂർ പഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്ത് ഒരു മറ്റ് പഞ്ചായത്തുകൾക്കും അങ്ങനെ കൊടുക്കാത്ത പൈസയുടെ ഉത്തരവാദിത്തം പഞ്ചായത്തിന് തലയിൽ വെക്കരുത്. ചോദ്യം എന്നോടല്ലേ? അല്ലല്ല, തെറ്റായ മറുപടി പറയുമ്പോൾ പറയാം. തെറ്റായ മറുപടി പറയുമ്പോൾ കൃത്യമായി മറുപടി പറയണം. എന്നാൽ ഇതേ അവസാനം കൊടുത്ത കേളകം പഞ്ചായത്തിന്റെയും കണിച്ചാറ് പഞ്ചായത്തിന്റെയും മാലൂർ പഞ്ചായത്തിന്റെയും പാസ്സാക്കി കൊടുത്തു. ഞങ്ങളുടെ മാത്രം കിട്ടിയില്ല. തീർച്ചയായും 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി പ്രസിഡന്റ് 12 മണി വരെ സമയമുണ്ട്. ആരാ പറഞ്ഞ 12 മണി സമയമുണ്ടെന്ന്? 12 മണി വരെ സമയമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? 12 മണി വരെ സമയമുണ്ടെന്ന് ആരാ പറഞ്ഞത്? 5 മണി മനസ്സിലായി. അല്ലല്ല, എനിക്ക് സമയം തരണം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ്? അല്ല, ഞാൻ പറയട്ടെ, അതിന് മറുപടിയായിട്ട് ഒരു പോയിന്റ് പറയാം. പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ബില്ല് കൊടുക്കണം. അല്ലല്ല, വൈകുന്നേരം 5 മണിക്കുള്ളിൽ ബില്ല് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് മാറിത്തരേണ്ട ഉത്തരവാദിത്തം ട്രഷറിയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞില്ല, അത് ശരിയല്ല, അത് തെറ്റ. പുള്ളിയെ പറഞ്ഞല്ലോ, 5 മണിക്ക് കൊടുത്തു. പഞ്ചായത്തിന് പ്രസിഡന്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. തെറ്റായിട്ട് പറയരുത്. പറഞ്ഞത് രാത്രി 12 മണി വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രാത്രി 12 മണി വരെ ഇല്ല കൊണ്ടു കൊടുക്കായിരുന്നു, തരുമായിരുന്നു പൈസ. അതല്ല നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. ശരി, എന്ത് മനസ്സിലായി? ഇവിടെ അല്ല, അതിന് അത് പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ പ്രസിഡന്റ് തന്നെ അല്ല, ഇത് പറയാതെ പറ്റിയല്ല, അത് പറയാൻ പറ്റില്ല. ഇവിടെ പ്രസിഡന്റ് തന്നെ ഒരു കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞ് മറുപടി പറഞ്ഞിട്ട് പോകും. എന്നോടാണ് ചോദ്യം. ഇവിടെ പ്രസിഡന്റ് തന്നെ മറുപടി പറയേണ്ട പ്രസിഡന്റ് ആണോ? പ്രസിഡന്റ് പറഞ്ഞത് അതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു. അല്ല, അവർ ചോദിച്ചു, അപ്പൊ അതിന് മറുപടി പൂർണ്ണമാക്കാൻ സമ്മതിച്ചില്ല. എന്നെ പൂർണ്ണമാക്കാൻ സമ്മതിച്ചില്ല. ഏകപക്ഷീയമായ ചർച്ച. അതിനാണോ എന്നെ വിളിച്ചു വരുന്നത്? അല്ല, അത് പറയും, മറുപടി പറയും. ഇതെന്തോ ഇത് ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണോ ഇത്? ഓക്കെ, മറുപടി പറയൂ. പെട്ടെന്ന് പറയൂ. ഒരു സെക്കൻഡ്. ഓക്കെ, മറുപടി പറയൂ. പറഞ്ഞോളൂ. അതായത് ചോദ്യം എന്നോടാണ്. അത് മറുപടി പറയേണ്ടത് ഞാനാണ്. അതിന്റെ കേറി ഇടപെട്ട് പ്രസിഡന്റാണ് മറുപടി പറഞ്ഞത്. എന്റെ മറുപടി പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. ഇത് ഏകപക്ഷീയമാണ്. ആണോ? പൂർത്തിയായിക്കോ. ഒരു സെക്കൻഡ്, പൂർത്തിയാക്കുക പെട്ടെന്ന്. അതായത് പ്രസിഡന്റ് തന്നെ ഇവിടെ സമ്മതിച്ചു. എന്താണ്? 5 മണിക്കാണ് കൊടുത്തത്. ഓർഡർ പ്രകാരം 5 മണിക്ക് എടുക്കുന്ന ബില്ല് സ്വീകരിക്കില്ല. ബാക്കിയുള്ളവരെല്ലാം അതിനു മുമ്പ് കൊടുത്തു, അത് അംഗീകരിച്ചു. അത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇത് ഉന്നയിക്കുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട LDF അംഗം പറഞ്ഞതിന് ഞാൻ പറയാം. നമുക്ക് സമയം തരുന്ന ഓരോ സമയത്തും ഇത്ര മണിക്ക് മുമ്പേ ബില്ല് കൊടുക്കണം എന്നാണ്. അതല്ല പറയട്ടെ, അത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് അങ്ങനെ പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. 5 മണിക്ക് മുമ്പ് നമുക്ക് സാധാരണ സമയം തരുന്നുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രാത്രി 12 മണിക്ക് രക്ഷയിൽ പോയി ബില്ല് കൊടുത്തിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട KJ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ബില്ല് കൊടുത്തിട്ടുണ്ടാവും. അത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അന്ന് ബില്ല് കൊടുത്തിട്ട് അത് മാറാത്തതിന്റെ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഇവിടെ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന ഇരു മുന്നണികളോടും എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ഈ പ്രളയശേഷം സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരളയിൽപ്പെടുത്തിയ ഒരു പദ്ധതി ഇവിടെ കൊട്ടിയൂരിൽ നടപ്പാക്കുകയായിരുന്നു. അത് റീലൊക്കേഷൻ പദ്ധതി എന്ന് പറയും, പുനരധിവാസ പദ്ധതി. ആ പുനരധിവാസ പദ്ധതി നിങ്ങളുടെ 2 കൂട്ടരെയും കൺമുമ്പിൽ വെച്ച് അട്ടിമറിച്ച് അശാസ്ത്രീയമായ സ്ഥലമേറ്റെടുപ്പ് നടത്തി അവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ വീടും കൃഷിയുടെ ഉപേക്ഷിച്ച് പോവുകയാണ്. അതിനെതിരെ നിങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ? 2 പേരുടെ ആദ്യം LDF-നെതിരെ, അതിനുശേഷം UDF. റീബിൽഡ് കേരള പദ്ധതി 2 പേരെന്ന് പറയണ്ട, അത് LDF സർക്കാരിൻ്റെ പദ്ധതിയാണ്. അത് ഉണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നിവിടെ പ്രളയം ഉണ്ടായ സമയത്ത് അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സാഹബ് P. ജയരാജൻ ആ മലയ്ക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു, ആനത്താര പദ്ധതി അങ്ങ് നെല്ലിയോടി നടപ്പിലാക്കിയ പോലെ ഒരു പദ്ധതി ഞങ്ങൾക്ക് ഇവിടെ വേണം എന്ന ആളുകൾ അശക്തമായി ആവശ്യപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചു. കാരണം ആനത്താര പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇനി അങ്ങനത്തെ ഒരു പദ്ധതിയും കേരളത്തിന് ഇല്ല എന്ന് പറഞ്ഞ് അത് മടക്കിയ ഘട്ടത്തിൽ
ഞങ്ങൾ വളരെ സമ്മർദ്ദം ചെലുത്തി, ഞങ്ങൾക്ക് ആ പദ്ധതി കിട്ടിയേ പറ്റൂ, കാരണം അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്തു, കിംഫിയിൽ ഉൾപ്പെടുത്തി 25 കോടിയിലധികം, 25.25 കോടി രൂപയാണ് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി റീബിൽഡ് കേരളയുടെ ഭാഗമായി റീലൊക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ പദ്ധതിയില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഈ ആനത്താര എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലാകെ ഒരു സ്ഥലത്ത് കൊട്ടിയൂരിൽ ഇത് അനുഭവിച്ചു എന്നുള്ളതാണ് സർക്കാർ ചെയ്ത ഏക കുറ്റം. ഈ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ തുടങ്ങി. നമ്മളെ തീരുമാനം അന്ന് ഗവൺമെൻറ്റിൻ്റെയും തീരുമാനം, നമ്മളെ LDFൻ്റെയും തീരുമാനം ആ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? അത് റീച്ച് അടിസ്ഥാനത്തിൽ നടത്തണം. ഇത് സംബന്ധിച്ച് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയുടെ യോഗത്തിൽ ഈ പഞ്ചായത്തിൻ്റെ 2 മെമ്പർമാർ, ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു മാങ്കോട്ടിലും അതുപോലെ തന്നെ ആ വാർഡിൻ്റെ ഒരു മെമ്പറായിട്ടുള്ള ഉറുമ്പിലെ പേര് ഞാൻ പറഞ്ഞ യവരും ആ യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇത് റീച്ച് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം, പേര് പറയണ്ട, നടപ്പിലാക്കണം എന്ന് പറഞ്ഞതിൻ്റെ മിനിസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു റീച്ച് പൂർത്തിയാക്കാതെ അടുത്ത പദ്ധതിയിലേക്ക് പോകാൻ പറ്റാണ്ട് വന്നു. ഒരു റീച്ച് പൂർത്തിയാക്കുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ വന്നു. ചിലർക്ക് പട്ടയമില്ല, ചിലർക്ക് ഫോറസ്റ്റിൻ്റെ അതിർത്തി കിടക്കുന്ന ഫോറസ്റ്റുമായിട്ടുള്ള ജോയിൻറ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖയില്ല, ചിലർക്ക് ഇത് ജപ്തി ചെയ്ത് ബാങ്കിൻ്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്ന സ്ഥലങ്ങൾ ഒഴിച്ചാൽ ചില ആളുകൾ പറഞ്ഞു ഈ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല. ഇപ്പം മക്കോളിയിലെ കുര്യാക്കോസ് ചേട്ടൻ പറഞ്ഞു ഈ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല, അയാൾ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലാണ്. ഇങ്ങനെ തർക്കമുണ്ടായ പ്രദേശങ്ങൾ ഒഴിച്ച് ബാക്കി 15ഓളം കേസുകൾ പൂർണ്ണമായും പൈസ കൊടുത്ത് അവർ ഒഴിവായിപ്പോയിട്ടുണ്ട്. ആ പദ്ധതി അതിനിടയ്ക്ക് എന്ത് ചെയ്തു, ഈ നടപ്പിലാക്കുന്ന കമ്മിറ്റി അവിടെ കുറേ ആളുകൾ ചേർന്ന് അടിച്ചോടിക്കുകയോ ബഹളം വെക്കുകയോ, ഈ പൈസ 10 രൂപ വിതരണം ചെയ്യുന്നിടത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ BJP ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലോ, BJP ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്ന് ചെറു കുഴപ്പമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അവിടെ യോഗം ചേർന്ന് പുതിയ കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റി കഴിഞ്ഞ 6-7 വർഷക്കാലമായി 1 രൂപയുടെ പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ തലയിൽ. ഈ റീബിൽഡ് കേരള പദ്ധതിയുമായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ കർഷക സംഘമാണ് ആ കമ്മിറ്റി വിളിച്ച് അഭിനന്ദിക്കുന്നു. എനിക്ക് UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധിയോട് എതിർപ്പൊന്നുമില്ല, കാരണം കുപ്പായം മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ആ പദ്ധതി അട്ടിമറിച്ചു. BJP എന്താ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയതെന്ന് പറഞ്ഞു തരണം, ആരെങ്കിലും വഴി തരണോ? ഇതിനു വേണ്ടി കളക്ഷൻ വീട് കയറി പിരിവെടുത്തത് ആ കമ്മിറ്റിയാണ്, അന്നത്തെ കമ്മിറ്റിയാണ്. രണ്ടാമത് വന്ന കമ്മിറ്റി അതിൻ്റെ അകത്ത് ഒരു കളക്ഷൻ നടത്തിയിട്ടില്ല. പറയട്ടെ സാറേ, മൊത്തം പറയട്ടെ. അല്ല, ഇവിടെ ഈ പ്രതിനിധികൾക്ക് ആവശ്യം പോലെ സംസാരിക്കാൻ സമയം കൊടുത്തു. പറയാം പോയിന്റിലേക്ക് വരാം. ഒരു രൂപ പോലും ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റി പിരിവെടുത്തല്ല. രണ്ടാമത് സർവേ നടത്തിച്ചു. ഏതാണ്ട് 7 ലക്ഷം രൂപയോളം, അതെ ഞാൻ പറഞ്ഞു വരട്ടെ, 7 ലക്ഷം രൂപയോളം അശാസ്ത്രീയമായിട്ട് അർഹതപ്പെട്ട ആളെ കൊണ്ടല്ലാണ്ട് കൊണ്ടൊന്ന് സർവേ നടത്തിച്ച് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റൊക്കെ വരച്ച് ഇതാക്കി. ഇതൊന്നും ഇതിന് വാലിഡ് അല്ലാത്ത സംഭവമാണ്. ഇത്രയും ജനങ്ങളെ ഇത് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. പറയട്ടെ സാറേ, പറയട്ടെ. ഇനിയുണ്ട് 2 കാര്യം കൂടെ പറയാണ്ട്. അല്ല, ഇനി ഒരു കാര്യം, കൊട്ടിയൂർ അടുത്ത ഇവിടുത്തെ അതെ 2 കാര്യം UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധികളോട് ചോദിക്കാമല്ലോ. ഇത് ശരിയല്ല പറയാനുള്ള കാര്യം ഇവിടെ അല്ല, പറയട്ടെ. അല്ല, ഇത് റീലൊക്കേഷൻ അല്ലാണ്ട് 2 കാര്യം. അതെ, അല്ല പറയട്ടെ. അല്ല മൂപ്പര് പറഞ്ഞു വന്നത് BJP പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു വന്നത്. BJP പ്രശ്നം ഉണ്ടാക്കി അവർ പറയട്ടെ. ഇവിടെ അശാസ്ത്രീയമായിട്ട് ആ പരിപാടി നടക്കുകയും മക്കൾ എന്ന് പറയുന്ന ഇവിടെ ലെജിസ്ലേറ്റർ വരച്ച ഒരു പ്ലാൻ വെച്ചിട്ടാണ് ആ പരിപാടി നടന്നത്. അതിനെക്കുറിച്ച് അവർക്ക് എന്ത് പറയാണ്ടെന്ന് പറ. പിന്നെ അതുപോലെ ഈ 4ാം ഈ ക്ഷേത്രം നടക്കുന്ന മൂലക്ഷേത്രം, ചോദ്യം അങ്ങനെ ചോദ്യം എന്നോട് കൂടി എനിക്ക് അതിനകത്ത് മറുപടി പറയണം. അല്ല, ചോദ്യം ആങ്കർ ഇവിടെ ശ്രദ്ധിക്കുക. ചോദ്യം എന്നോട് കൂടിയാണ്. ഞാൻ മറുപടി പറയാം. റീലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. റീലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്, റീജിയണൽ തല കമ്മിറ്റിയൊക്കെ ഉണ്ട്. ഈ കമ്മിറ്റി ആദ്യമായിട്ട് ആദ്യത്തെ റീച്ചിൽ, ഞങ്ങൾ വരുന്നതിന് മുമ്പാണ് ഈ റീച്ചും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചേക്കുന്നത്.
ഇവിടുത്തെ കർഷക സംഘത്തിൻ്റെ ആൾക്കാരും അവർ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത്. പഞ്ചായത്തിനെ ഒരു കാരണവശാലും ഈ വിവരങ്ങൾ അറിയിച്ചില്ല. ഒരു MLA അടക്കം പങ്കെടുക്കുന്ന, പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരടക്കം പങ്കെടുത്ത, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പങ്കെടുക്കേണ്ട ഒരു കമ്മിറ്റി ജില്ലാ തലത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ജില്ലാ തലത്തിൽ അന്ന് CCF അടക്കം DFO അടക്കമുള്ള ആൾക്കാരെ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് വളരെയധികം തെറ്റായ രീതിയിലാണ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അറിയാണ്ട് പോകും. അതായത് ഒരു വീട്ടിൽ അല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ കൗണ്ടർ പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു വീട്ടിൽ 2 ആൾക്ക് നികുതിച്ചിട്ടുണ്ടെങ്കിൽ 2 ആൾക്ക് പൈസ കിട്ടുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അങ്ങനെ തെറ്റായി മാത്രം ചെയ്തത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. 70 കുടുംബങ്ങളായിരുന്നു, 70 ചില്ലറ കുടുംബങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ 70 ചില്ലറ കുടുംബങ്ങളെയും പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത് ജനങ്ങൾക്ക് ഈ പദ്ധതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ CCF അടക്കമുള്ള ആൾക്കാർ പഞ്ചായത്തിൽ വരികയും പഞ്ചായത്തിൽ അന്ന് ഈ രാജേഷ് അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ ഇല്ലേ, അന്ന് ആദ്യത്തെ പ്രാവശ്യം മീറ്റിംഗ് കൂടിയപ്പോൾ അന്ന് അല്ലല്ല ഞാൻ പറഞ്ഞത്, അന്ന് ഈ മീറ്റിങ്ങിലാണ് പറയുന്നത് ഇങ്ങനെയല്ല പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം, ഒരു ഒറ്റ കുടുംബത്തിൽ ഉള്ള അംഗങ്ങൾക്കെല്ലാം കൂടി 2.5 ഏക്കർ സ്ഥലം, ഒരു ഹെക്ടർ സ്ഥലത്തിന് 1 യൂണിറ്റായിട്ടാണ് കണക്കാക്കുന്നതെന്നും അതുപോലെ ആ കുടുംബത്തിൽ 2 ഹെക്ടറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് 2 യൂണിറ്റായിട്ട് കിട്ടുന്നതെന്നും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മക്കോളി കുര്യഞ്ചേട്ടനടക്കം 10 ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്തുണ്ട് അവർക്ക്, അവർ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ അവരുടെ മക്കൾക്ക് എല്ലാവർക്കും കൂടി 60 സെൻറ്റ് സ്ഥലത്തിന് ഏകദേശം 60-20 സ്ഥലത്തിന് വേണ്ടി 60 ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നം അതാണ്. ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന, അല്ല ഞാൻ പറയാം, ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് CPMന്റെ ആൾക്കാർ ഇവിടെ എന്ത് ചെയ്തു? അവരുടെ ആൾക്കാർക്ക്, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രം പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. ആ സംവിധാനത്തിനെതിരെയാണ് ഇവിടെ തർക്കം വന്നത്. അതിനുശേഷമാണ് ഇവിടെ നമ്മൾ ചെയ്തത് പഞ്ചായത്ത് തലത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കി. പഞ്ചായത്തിലെ ആരുമില്ല, പഞ്ചായത്ത് മെമ്പർമാരില്ല, ഒരു മനുഷ്യരുമില്ല. അങ്ങനെ ഒരു കമ്മിറ്റി എടുത്ത് അവർ പിരിവ് നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളില്ല. ഞാൻ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗ്, ആ പഞ്ചായത്തിൽ കൃത്യമായ മീറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞു അറിയിച്ചു. അതിന്റെ പേരിൽ അവിടെ തമ്മിത്തല്ലുണ്ടായത് കോൺഗ്രസ്സുകാരല്ല, അതിന്റെ പേരിൽ തമ്മിത്തല്ലുണ്ടായത് CPMകാരാണ്, ഞങ്ങളല്ല. തെറ്റായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതാണ്. നമുക്ക് ഒരു വിഷയത്തിൽ മാത്രം ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരുത്താൻ പോകാൻ പറ്റിയല്ല. ഇത് ചുരുക്കി പറയാം. ഇത് ഞാനൊന്നും അധികം പറയുന്നില്ലല്ലോ, ഇത് സംബന്ധിച്ച് വളരെ തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 25.25 പദ്ധതിയുടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി തരാത്തടത്താണ് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി വെക്കേണ്ട. കിംഫിയുടെ പദ്ധതിയിൽ നിന്ന് ഈ ഫണ്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ നമ്മളത് വെച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫോറസ്റ്റിൻ്റെയും നോംസ് അനുസരിച്ചാണ് റീലൊക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചൊരു പദ്ധതിയാണ്. ആ റീലൊക്കേഷൻ അവരുടെ നോംസ് അനുസരിച്ചാണ് നടപ്പിലാക്കിയത്. ഇതിനകത്ത് ഈ റോയി പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ സ്ഥലമുള്ളവർക്ക് പൈസ കിട്ടിയാലെന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ആ പ്രശ്നം ഞങ്ങളൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന ആളുകളെ ഇത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞ് അവരെ മാനസികം അടുപ്പിച്ചു. ബാബുവിനെ പോലെ, ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ബാബുവിനെ പോലുള്ളവർ കഠിനമായി നടത്തിയ അധ്വാനം കൊണ്ടാണ് ആ പദ്ധതി ഈ നിലയിലെങ്കിലും നടപ്പിലാക്കുന്നത്. പിന്നെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ഞാനൊന്ന് പറയട്ടെ അവസരത്തിൽ സംസാരിച്ചാണ്. നമുക്കിപ്പോ അവസാനമായിട്ട് നമുക്ക് അവസാനമായിട്ടുള്ള ചർച്ചയുടെ അവസാനത്തേക്ക് നിങ്ങൾ പരസ്പരം ഇല്ല നിങ്ങൾ സംസാരിക്കാൻ മൈക്ക് എന്നാണ്. നിങ്ങൾ സംസാരിച്ചാണ് നിങ്ങളെ മറുപടി പറഞ്ഞു, അവർ മറുപടി പറഞ്ഞു. ഇല്ല അപ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് ചർച്ച എത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ പദ്ധതി ഇവിടെ നടവ് വന്നാൽ ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വരുമെന്ന് തെറ്റിദ്ധരിച്ച BJP നേതൃത്വവും ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വവും ഈ പദ്ധതി അട്ടിമറിക്കാൻ നടത്തിയ ശ്രമമാണ് ഈ രൂപത്തിൽ വന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ സംഘടിച്ചു വരുന്നതിന്റെയും ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നതിന്റെയും അർത്ഥം ഞങ്ങൾക്ക് ഇതൊരു മനസ്സിലാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് സമയം തന്നാണ്, എനിക്ക് തരില്ല സമയം. ഈ പദ്ധതി അട്ടിമറിച്ചെങ്കിൽ മാത്രമേ ഈ പഞ്ചായത്തിൽ LDFന്റെ കെട്ടഴിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ BJP നേതൃത്വവും
ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വവും ഹലോ. ഈ പദ്ധതി തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഈ പറയുന്നതെല്ലാം. ശരി ശരി ഇവിടെ ഈ പ്രതിനിധി പറയട്ടെ. അതെ ഈ സ- ഞങ്ങൾ ഈ സ- ഈ NDA പ്രതിനിധി ഞങ്ങൾ ഏറ്റെടുത്ത ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ അഴിമതി നടന്നു. ഇച്ഛാശക്തിയോടെ ഈ പദ്ധതി നടപ്പിലാക്കും. ഈ പദ്ധതി നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഴിമതി നടത്താനുള്ള ഒരു പദ്ധതിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകർക്ക് മാത്രമാണ് സ്ഥലം കൊടുത്തത്. ഇന്നും അർഹരായിട്ടുള്ള പേന്താരത്ത് കുഴിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആള് ഇന്നും പ്രായ കണ്ണു കാണാത്ത അവിടെ ഈ ചപ്പവലയിൽ ഇന്നും താമസിക്കുന്നുണ്ട്. ആ മലമേഖലയിൽ പേന്താരത്ത് ആ പേന്താരത്തെ കർഷകൻ ഇന്നും കഷ്ടപ്പാട് സഹിക്കുക. അവർക്കില്ല. ഇവരുടെ ജൻബന്ധുക്കളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെയായാലും ശരി, കാര്യം മനസ്സിലായല്ലോ. അഴിമതിയായാലും അഴിമതിക്കെതിരെ മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഈ BJP ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇനി നടത്തും. അടിച്ചു പറ്റുന്ന CPM സ്വർണ്ണക്കൊള്ളിയായാലും ശരി, സ്വർണ്ണം പോയാലും ശരി, പണം പോയാലും ശരി, അടിച്ചു പറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതായത് ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. അവസാനമായിട്ട് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? LDF-നെ പറയുന്നതിൽ ഒരു അരമിനിറ്റ് കൊണ്ട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട്, കൊട്ടിയൂർ പഞ്ചായത്തിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? CPM-ന്റെ പ്രതിപക്ഷ BJP-ക്കാരവിടെ കുഴപ്പമുണ്ടാക്കി. എന്താ കുഴപ്പം പറയട്ടെ? അവസരം വരും. എന്താ കുഴപ്പം? അവസരം വരും. BJP ചപ്പവലി ഉണ്ടാക്കിയ കുഴപ്പം എന്താ പറയാ? അവസരം വരും. പറയട്ടെ. ഈ അഴിമതിക്കെതിരെ ചൂണ്ടിക്കാറ്റുകൊണ്ട് കുഴപ്പം പറയൂ. ചർച്ച അവസാനം. അഴിമതി നടത്തിയത് BJP എന്താണ് ഇവിടെ കുഴപ്പം നടത്തിയത്? ഇവിടുത്തെ LDF പ്രതി പറയണം, പറഞ്ഞിട്ട് പോകാവുള്ളൂ. തോന്നിയാസമാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് ആരോപണം തെളിവുണ്ടാവണം. അതിനാദ്യം തെളിവ് വരട്ടെ. പറയൂ. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറയുന്നത് അവിടെ കേൾക്കൂ. മറ്റൊന്നും കേൾക്കില്ല. നിങ്ങൾ പറഞ്ഞോളൂ പ്ലീസ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊട്ടിയൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ. സംസ്ഥാന ഗവൺമെൻറ് 1 ലക്ഷം കോടി രൂപ മുടക്കി കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ ഹൈവേ നടപ്പിലാക്കി. 95,000 കോടി. ഇപ്പോൾ അത് ഗവൺമെൻറ് പോകുമ്പോൾ 1 ലക്ഷം ആവും. കിംഫി പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി പദ്ധതി വിഹിതമായി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ ഈ 9.5 വർഷം കൊണ്ട് പദ്ധതി നടപ്പിലാക്കി. 4.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതി 9.5 വർഷം കൊണ്ട് ഈ സംസ്ഥാനം നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഫുള്ള് ഒരു ഹെൽപ്പ് ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് പഞ്ചായത്തിൻ്റെ തെറ്റായ നടപടിയിലൂടെയാണ്, ഭാവനയില്ലാത്ത നടപടിയിലൂടെയാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുക. അപ്പോൾ അത് മാറി ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ ഈ പദ്ധതിയുമായി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് കുടിയേറിയ ആളുകൾ പോകാമെന്ന്. റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ വികസനം ഉണ്ടാക്കി ഇവിടുന്ന് പോയ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. വ്യവസായ രംഗത്ത് 29ാം സ്ഥാനത്ത് 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇതെല്ലാം വികസനം നടത്തുമ്പോൾ കേരളത്തിലെ 1.25 കോടി പാവങ്ങളെ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇപ്പോൾ 30,000 സ്ത്രീകൾക്ക്, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാൻ പോകുന്നു. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് 1000 രൂപ PSC മറ്റും പരീക്ഷ ശ്രമിക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ പോകുന്നു. ഒരു ഭാഗത്ത് വലിയ വികസനം നടക്കുമ്പോൾ മറുഭാഗത്ത് പാവങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഉത്തമമായിട്ടുള്ള ഒരു ബദൽ ഗവൺമെൻറ്റാണിത്. ആ ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലെങ്കിലും ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം, ഇവിടുത്തെ പിലിഗ്രിമേജിലൂടെ കൊട്ടിയൂരിനെ വളർത്താൻ പറ്റുന്ന പ്രശ്നം, ഇവരെല്ലാം പറഞ്ഞല്ലോ ഇവിടുന്ന് ആളുകൾ പോവാന്ന്. ആ പോകുന്ന ആളുകളെ അടുത്ത ഘട്ടത്തിലെങ്കിലും തിരിച്ച് കൊട്ടിയൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമം ഇതെല്ലാം നടത്തണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പഞ്ചായത്ത് വരണം എന്ന് കൃത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. UDF-ന് എന്താണ് പറയാനുള്ളത്? UDF-ന് എന്താണ് ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിനെ എങ്ങനെ നയിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. പഞ്ചായത്ത് എങ്ങനെ നയിച്ചു എന്നുള്ളത് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ നാട്ടിൽ പാവപ്പെട്ട സാധാരണക്കാരായ കൃഷിക്കാരാണ് ജീവിക്കുന്നത്. ഇവിടെ കോടികളുടെ വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ LDF-ൻ്റെ ആൾക്കാർ പറഞ്ഞു. എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ 9.5 വർഷക്കാലം ഈ നാട് ഭരിച്ചിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്ക് എന്ത് നൽകി എന്നാണ് എൻ്റെ ചോദ്യം. എന്ത് നൽകി എന്നുള്ളതാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്ക് ഒന്നും കൊടുത്തില്ല. അവർക്കൊന്നും കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് UDF വീണ്ടും അധികാരത്തിൽ വരും. അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF വീണ്ടും അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ, ഞാൻ ഊന്നി പറയുന്നു, ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്ക് അവർക്ക് ന്യായമായ വില, അവരുടെ വിളകൾക്ക് വില ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവും. വന്യമൃഗശല്യം തീർത്തും
ഒരു തരത്തിലും വന്യമൃഗശല്യം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതുപോലെ തന്നെ ടൂറിസം നമ്മൾ തിരിച്ചു പിടിക്കും. ടൂറിസം നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ പാലുകാച്ചിമല റോപ്പേ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ കൊട്ടിയൂർ ഉത്സവമായി ചേർത്തുകൊണ്ട് നമ്മുടെ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോജക്റ്റിൽ ഇതാണ്. കൊട്ടിയൂർ അമ്പലമാണ് ബേസ് ക്യാമ്പ്. ഇവിടുന്നാണ് നമ്മൾ പാലുകാച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പദ്ധതികൾ കൊടുത്തിട്ടില്ലേ. അങ്ങനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോട് കൂടി പറയണം, ഈ നാട്ടിൽ കൃത്യമായിട്ടും അതിനുള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. നല്ല നല്ല സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം കൊണ്ടുവരും. അവർക്ക് ജോലി ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. ഇതാണ് ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ കൊട്ടിയൂരിലെ ജനങ്ങളോട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇരു മുന്നണികളെയും വാഗ്ദാനം കേട്ട് മനസ്സ് മടുത്ത് നിൽക്കുന്ന ജനങ്ങളാണ് കൊട്ടിയൂരുള്ളത്. ഈ വാഗ്ദാനം കേട്ടിട്ട് എത്ര വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴും പറയുന്നു 1000 രൂപ കൊടുക്കും, 1000 രൂപ കൊടുക്കുമെന്നാ. ഇതല്ല വേണ്ടത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ തീർച്ചയായും കൊട്ടിയൂരിൻ്റെ വികസന കുതിപ്പുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഇവിടെ നടപ്പിൽ വരുത്തും. കേന്ദ്ര ഗവൺമെൻറ് മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ ഇവിടെ ഉണ്ടാവും. കൊട്ടിയൂരിൻ്റെ മുഖച്ഛായ മാറ്റം, കൊട്ടിയൂരിൻ്റെ ആശുപത്രി വികസന കാര്യത്തിലും കിടത്തി ചികിത്സിക്കുന്ന സൗകര്യത്തിലുണ്ടാവും. അതുപോലെ ചുരരഹിത പാതയുടെ കാര്യത്തിലുണ്ടാകും. അതോടൊപ്പം റീലൊക്കേഷൻ കാര്യങ്ങളിലെല്ലാം തന്നെ ശക്തവും വ്യക്തമായ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരെ ഉന്നതിയിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളുടെ സാമ്പത്തികമായി ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഈ പുരോഗതിയില്ലായ്മ, ഈ രണ്ട് മുന്നണിയും വരുത്തി വെച്ചിട്ടുള്ള പുരോഗതിയില്ലാത്ത ഈ കൊട്ടിയൂരിനെ വികസിത പുരോഗതിയിലേക്കും വികസിത കൊട്ടിയൂരിലേക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിൽപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കൊട്ടിയൂരിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഒരു സമയം. LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും നേതാക്കളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഒപ്പം കൊട്ടിയൂർ പഞ്ചായത്തിലെ വോട്ടർമാരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല തികഞ്ഞ ആത്മവിശ്വാസത്തിലുള്ളത്. എല്ലാവർക്കും കൊട്ടിയൂരിൻ്റെ വികസനം വേണമെന്നുള്ള കാഴ്ചപ്പാടുള്ള നേതാക്കളായിരുന്നു ഇവർ 3 പേരും. ഒപ്പം ഇവിടെ എത്തിയ വോട്ടർമാരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.